ചിണ്ടു, നീ അവിടെ എന്ത് ചെയ്യാ? അമ്മ ഞാൻ ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കണം. എനിക്ക് കുറച്ച് സമാധാനം തരുമോ? ഓ, ഈ ചെറുക്കൻ എപ്പോ നോക്കിയാലും ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ചിണ്ടു, മര്യാദയ്ക്ക് ഫോണിങ് തന്നെ. നീ ആദ്യം പോയി ഹോംവർക്ക് ചെയ്യും. അമ്മ ഞാനത് രാത്രി ചെയ്തോളാന്നേ. രാത്രി ചെയ്യാന്നോ? അതൊന്നും പറ്റത്തില്ല. നീ മര്യാദയ്ക്ക് ഫോണിങ് തന്നെ. അമ്മ ഒന്ന് പോയി, ഞാൻ കളി തുടങ്ങിയിട്ടുള്ളൂ, അതിന്റെ ഇടയ്ക്കാണ്. നിക്ക്, ഞാൻ പറഞ്ഞ നീ കേക്കില്ലെന്നറിയാം. അച്ഛൻ വരട്ടെ. ചിണ്ടു, ആ വാ, നിങ്ങളത് കണ്ടില്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പരിപാടി? ചിണ്ടു, അച്ഛനെന്താ മോന് കൊണ്ടുവന്നേ നോക്കിയേ. അച്ഛാ, എനിക്കെന്താ കഴിക്കാൻ കൊണ്ടുവന്നേ? കഴിക്കാൻ ഞാനൊന്നും കൊണ്ടുവന്നില്ലടാ. നിനക്ക് ഞാനൊരു പാവക്കുട്ടിയെ വാങ്ങിയിട്ടുണ്ട്. പാവക്കുട്ടിയാ? എനിക്ക് എന്തിനാച്ചാ പാവക്കുട്ടി? റിമോട്ട് കയറി വാങ്ങിക്കൊണ്ടിരല്ലേ ഞാൻ പറഞ്ഞേ. എന്തിന്? അതിന്റെ പരിപ്പിളക്ക് മോട്ടർ എടുക്കാനോ? മിണ്ടായിരുന്നോണോ? നിനക്ക് കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു ഐറ്റാണ് മോനെ. ടൊണ്ടൊടേങ്. ഇതെന്താണ് അച്ഛാ? ചിണ്ടു, ഇതൊരു സാധാരണ പാവല്ല മോനെ. നമ്മൾ പറയുന്നതൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യും. ദാ. ഹായ്. എന്താ അച്ഛ ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ? ഒന്നടങ്ങ് ചിണ്ടു, ഞാനിതൊന്ന് ഓണാക്കട്ടെ. ഇപ്പൊ ഒന്ന് നോക്കിയേ. ഹായ്. ഏ, എന്താ അച്ഛാ ഇത് ഡാൻസ് ഒക്കെ കളിക്കുന്നേ? അതെ, എന്താ അമ്മ ഞാൻ പറയുന്നതെല്ലാം തിരിച്ചു പറയുന്നേ? അച്ഛാ, എനിക്ക് ഈ പാവ് ഭയങ്കര ഇഷ്ടായ അച്ഛാ. കളിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള സ്വിച്ച് ഇങ്ങനെ അമർത്തിയിട്ടുണ്ടല്ലോ, ഓഫായി കിട്ടും. അച്ഛാ, ഞാൻ ഈ പാവയും കൊണ്ട് അകത്ത് പോയി കളിച്ചിട്ട് വരെ. ആ ശരി ശരി, നീ പോയി കളിച്ചിട്ട് വാ. കണ്ടോടി അവന്റെ സന്തോഷം. ഇതിന്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇനി ഹോംവർക്ക് ഒട്ടും ചെയ്യില്ല. ABCD 1 2 3 4 ജാലി ജിംഖാന. എന്റെ പേര് ചിണ്ടു. ഞാൻ 1ാം ക്ലാസ്സിലാ പഠിക്കണേ. എനിക്ക് മാത്സ് പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. നിന്റെ പേരെന്താ? ചിണ്ടു, കളിച്ചത് മതി, വന്ന് ഭക്ഷണം കഴിച്ചേ. ശരിയെന്നാ, ഞാൻ പോയി കഴിച്ചിട്ട് വരാവേ. നീ ഇപ്പൊ പോയിട്ട് വന്നു പറഞ്ഞോ? ശരി, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. എടാ ലൗഡ് ഗോപി, ചിണ്ടു കഴിക്കാൻ വരുന്നില്ലേ? ആ അമ്മ അതേ വരുന്നു. നീ ഇപ്പൊ തിരിച്ചെന്തേലും പറഞ്ഞോ? നീ കള്ളം പറയല്ലേ? ഇതൊരു സാധാരണ പാവല്ല മോനെ. നമ്മൾ പറയുന്നതൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യും. ചിണ്ടു, എന്തു പറ്റി? കഴിച്ചേ? ആ കഴിക്കാം അമ്മേ. അമ്മ, ആ പാവക്കുട്ടി അച്ഛൻ എവിടെന്നാ മേടിച്ചേ? അത് നിന്റെ അച്ഛൻ എവിടെ മേടിച്ചെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ പാവയോട് നമ്മൾ സംസാരിച്ചാൽ നമുക്ക് റിപ്ലൈ തരില്ലല്ലോ അല്ലേ? റിപ്ലൈ എങ്ങനെ ചെയ്യുന്ന ചിണ്ടു? നമ്മൾ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കേ. എടാ നോക്ക്, അതില് മോട്ടർ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയേ. അതെങ്ങനെ അഴിച്ചെങ്ങനെ നോക്കിയാലുണ്ടല്ലോ, എന്നെ അറിയാലോ നിനക്ക്. അമ്മ, എനിക്ക് മതി, ഞാൻ കളിക്കാൻ പോവാ. കഴിച്ചിട്ട് പോടാ. അമ്മ മതി അമ്മ. ഡാ ഞാൻ കഴിച്ചു. നീ കഴിച്ചായിരുന്നോ? ഓ, നീ എന്നോട് സംസാരിക്കുന്ന പോലെ എല്ലാവരോടും സംസാരിക്കോ? അപ്പോ നിന്റെ പേരെന്താ? അതാണോ? അതെന്റെ അമ്മ ഇട്ട പേരാന്നേ. ഞാൻ ഈ ഒച്ചയും ബഹളൊക്കെ ഉണ്ടാക്കുന്നോണ്ട് എന്റെ അമ്മ എന്നെ അങ്ങനെ വിളിക്കാറ്. ഇത് കൊള്ളാം ചിണ്ടു, നമ്മൾ രണ്ടുപേരും ഒച്ച വെക്കുന്നുണ്ട്. എനിക്കും ആ പേര് തന്നെ മതി, ലൗഡ് ഗോപി. ഓക്കെ, നന്നായിട്ടുണ്ട്.
നിനക്ക് എന്താ വേണ്ടേന്ന് പറ. എന്ത് വേണമെന്ന് ചോദിച്ചാ ഞാൻ തരാനേ. എനിക്ക് ഡയറി മിൽക്ക് വേണം. അത്രേ ഉള്ളോ? ഫസ്റ്റ് നീ എനിക്കത് താ, എന്നാ ഞാൻ നിന്നെ വിശ്വസിക്കാതെ. അപ്പൊ എന്നെ നിനക്ക് വിശ്വാസമില്ല അല്ലേ? ശരി, നീ മന്ത്രം ചൊല്ല്. അബ്രാക്കഡബ്ര, എടാ ഇത് പഴയതല്ലേ. ജി ബൂംബ. അയ്യോ അതൊന്നും വേണ്ട. നീ ലൗഡ് ഗോപി 3 വട്ടം പറഞ്ഞു നോക്കി. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. വാവ്, ഡയറി മിൽക്ക്. താങ്ക് യു. ചിണ്ടു നീ അവിടെ എന്തെടുക്കുക? അമ്മ, ഈ ചോക്ലേറ്റ് എവിടുന്നാ? കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഗോപാലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് തന്നതാവൻ. ബാഗിൽ വെച്ചിട്ട് ഇപ്പഴാ എടുക്കുന്നേ. ഇപ്പൊ ചോറ് കഴിച്ചില്ലുള്ളൂ, അതിനിപ്പൊ കഴിക്കണ്ട. ആദ്യം പോയി ഹോംവർക്ക് ചെയ്യ്. നോക്ക്, ഞാൻ പോയിട്ടങ്ങ് വരും. അപ്പോഴേക്കും ഹോംവർക്ക് ചെയ്ത് തീർത്തോളണം. അമ്മേ, രക്ഷപ്പെട്ടു. നീ നന്നായി ഉരുണ്ട് കളിക്കുന്നുണ്ടല്ലോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എനിക്കൊരു ഡൗട്ട്. നീ എന്നോട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടുപിടിച്ചാലോ? ഞാൻ ആരോടും പറയില്ല. നീ ആരോടും പറയാതിരുന്നാ മതി. ഞാൻ ആരോടും പറയില്ല. നിന്റെ അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞത്? നീ ഹോംവർക്ക് ചെയ്തില്ലേ? ഓ അതോ, അത് നൈറ്റ് ഇരുന്ന് എഴുതണം. എന്നാ ഞാൻ നിനക്ക് എഴുതി തരട്ടെ. നീ ഹോംവർക്കും ചെയ്യോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്ന്. എന്റെ കൈയക്ഷരത്തിലോ? നിന്റെ നോട്ട് എടുത്ത് മുന്നിൽ വെക്ക്. ഇനി നീ മന്ത്രം ചൊല്ല്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ഇനി നീ ബുക്ക് എടുത്ത് നോക്കിയേ. എന്റെ അമ്മേ, നീ എല്ലാം ചെയ്തല്ലോ. വളരെ നന്ദി. ഗോപി, 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 ഇതെന്താ സംസാരിക്കാത്തെ? ഗോപി, ഓ, ഇത് ചാർജ് ഇല്ലെങ്കിൽ സംസാരിക്കില്ലല്ലേ? 1 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ശരി, ഓക്കെ, എങ്കിൽ ഇത് ചാർജിലിട്ടേക്കാം. എന്നിട്ട് നൈറ്റ് സംസാരിക്കാം. ഹായ്. ഹായ് ഗോപി. ഹായ് ചിണ്ടു, ചാർജ് ചെയ്തതിൽ നന്ദി. അമ്മേ, നീ സംസാരിച്ചല്ലോ. ഞാൻ വിചാരിച്ചു നീ ചത്തുപോയെന്ന്. നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണോ? അതേന്നേ, ഞാൻ പേടിച്ചു പോയി. പിന്നെ നിനക്ക് ചാർജിലെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഞാൻ ചാർജിലിട്ടെ. ഈ റൂമിൽ നീ ഒറ്റയ്ക്കാണോ കിടക്കാറ്? ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറില്ല. എനിക്ക് പേടിയാ. എന്റെ അമ്മ എനിക്ക് കൂട്ടി കിടക്കുന്നേ. എന്റെ അച്ഛൻ ഒറ്റയ്ക്കാ കിടക്കാറ്. പുള്ളി ഭയങ്കര ധൈര്യശാലിയാ. അപ്പൊ നിന്റെ അച്ഛൻ എത്ര തവണ നിന്നെ പേടിപ്പിച്ചിട്ടുണ്ട്? 3 തവണ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ധൈര്യശാലിയാണല്ലോ. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് എന്റെ അച്ഛനെ പേടിപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അത്രേ ഉള്ളോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു. എനിക്കൊരു എന്റർടൈൻമെന്റ് ആവും. ഞാൻ പോയിട്ട് വരാം. ബൈ. എവിടെ പോയി? ചിണ്ടു നീ അവിടെ എന്തെടുക്കുക? ഉറങ്ങണ്ടേ? അമ്മ, ഉറങ്ങാം അമ്മ. ടൈമായി, പോയി ഉറങ്ങാൻ നോക്ക്. അമ്മേ, എന്താ ഒരു സൗണ്ട്? ഓ, ഈ പാവ എങ്ങനെ ഇവിടെ വന്നേ? ഓ, ചിണ്ടു മോനെ. മിണ്ടായിരിക്കുന്നുണ്ടോ? ഉറങ്ങാൻ നേരത്താണ് ഇവിടെ. എന്താ പിന്നെ ആ ശബ്ദം കേൾക്കുന്നേ? ഇതിപ്പോ തന്നെ ഓഫ് ചെയ്തല്ലേ? ഈ പാവെന്തേ കാണിക്കുന്നേ? ഓഫ് ചെയ്യുമ്പോ ഓണാവുന്നു. ഈ എന്താ ആളെക്കളിയൊക്കെ? അവിടെ മിണ്ടാതിരുന്നോളാം. ആളെക്കളിയൊക്കെ ഈ പാവ ഇതവിടെ പോയി? ഇതും കാണുന്നില്ലല്ലോ.
ഏ? ശരിയാണല്ലോ, ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നില്ല. ആ? ആ പാവ, അല്ല ഇന്നലെ ഞാനെങ്ങനെ ഉറങ്ങിയേ? ആ പാവ ഇതവിടെ പോയി. ചിണ്ടു, സ്കൂളിൽ പോവാൻ സമയമായി, നീ എഴുന്നേറ്റേ. അമ്മ ഒരു 5 മിനിറ്റ്സ് അമ്മ. എന്നാലിത് എവിടെ പോയി? ഞാൻ എന്തിനാ ഫ്രിഡ്ജിൽ നോക്കുന്നേ? എഴുന്നേക്ക് മോനെ, വേഗം ആവട്ടെ. ഇവൻ ഇപ്പോഴും കിടന്നുറങ്ങാണോ? അമ്മ പ്ലീസ് അമ്മ. എന്നാലും ഇത് എവിടെ പോയത്? എന്റെ കയ്യിലിരിക്കുന്ന ചട്ടത്തിന്റെ ചൂട് നീ അറിയണോ? ശരി, ഞാൻ എഴുന്നേറ്റോളാം. മര്യാദക്ക് പറഞ്ഞ നീ കേക്കില്ലല്ലേ? അച്ഛാ, എന്താ അച്ഛൻ നോക്കുന്നേ? ഒന്നുമില്ല ചിണ്ടു, കഴിഞ്ഞ ദിവസം അച്ഛനൊരു പാവന വാങ്ങി തന്നില്ലേ, അതെവിടെ ചിണ്ടു? ആ പാവ എന്തിനാ അച്ഛന്? ഒന്നുമില്ല മോനെ, അതിന്റെ കൂടെ ഒന്ന് കളിക്കാന്ന് വിചാരിച്ചു. അച്ഛാ, അത് ഇവിടെ ഉണ്ടല്ലോ അച്ഛാ. ഇതെങ്ങനെ ഇവിടെ വന്നേ? അച്ഛാ, ഇത് രാത്രി മൊത്തം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്തോ സംഭവം? നിങ്ങൾ എന്താ കാണാൻ പ്രേതം പിടിച്ച പോലെ ഇരിക്കുന്നേ? ഇന്നലെ പ്രേതത്തെ കണ്ട് ഭയന്നോ? ഭയത്തിന്റെ സ്പെല്ലിംഗ് പോലും എനിക്കറിയില്ല. എനിക്കാണോ പേടി? ഓ ചിണ്ടു, നീ സ്കൂളിൽ പോവാൻ നോക്ക്. എന്തൊക്കെ തള്ളു കേക്കണമല്ലേ? അതെ ചിണ്ടു, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചിണ്ടു വേഗം സ്കൂളിൽ പോകാൻ നോക്ക്, അമ്മ ചീത്ത പറയുന്നേ. ശരി, ഞാൻ സ്കൂളിൽ പോവാട്ടോ. ഓക്കേ ചിണ്ടു. നീ ഹോംവർക്ക് അല്ലേ ചെയ്തോ? ചെയ്തല്ലോ. എപ്പ ചെയ്തു തീർത്തു? ഇന്നലെ രാത്രി തന്നെ ചെയ്തല്ലോ. സ്കൂൾ ബാഗ് എവിടെ? ബാഗ് റൂമിലുണ്ടല്ലോ, ഞാൻ പോയി എടുത്തിട്ട് വരാം. നിക്ക്, ഈ ഭസ്മം തൊട്ടിട്ട് പോ. ആ ക്യൂട്ട് ചിണ്ടു. ഉമ്മ. ശരി ഗോപി, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. ബൈ. ഓക്കേ ചിണ്ടു, നീ പോയിട്ട് വാ. എന്ത് പറ്റി ചിണ്ടു? ചിണ്ടു വേണ്ട ചിണ്ടു. ചിണ്ടു വേണ്ട. നീ കുറച്ചേരം നടങ്ങിയിരിക്കി. സ്കൂളിലെ ടീച്ചറുടെ പ്രശ്നം. ചിണ്ടു, ചിണ്ടു വേണ്ട ചിണ്ടു, ടീച്ചറുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അത് വേണ്ട, വേണ്ട. ഒരു കുഴപ്പമില്ല. ഇപ്പഴാ എനിക്കൊന്ന് ശ്വാസം കിട്ടിയത്. നമ്മളിപ്പോ സ്കൂളിലെത്തിയാലോ? എന്നാ നീ എന്നെ പുറത്തെടുത്ത് വെക്കോ, എനിക്ക് നിന്റെ സ്കൂളൊന്ന് ചുറ്റി കാണണം. എന്താ പറ്റുമോ? വേണ്ട വേണ്ട വേണ്ട, അടുത്ത് ഗോപാലുണ്ട്. അവനെ ടീച്ചറോട് പറഞ്ഞു കൊടുക്കുന്നേ. എന്ത് ചെയ്യ ചിണ്ടു? ഒന്നുമില്ല, ചുമ്മാ. ഓ സ്റ്റുഡൻസ് എല്ലാവരും നോട്ടെടുത്തേ. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിക്കാൻ പോവാ. നിങ്ങൾക്ക് വേറെ വേറെ നമ്പർ ആയിരിക്കും. ഓക്കെ ഓക്കെ മിസ്. ഗോപാൽ 5ന്റെ ടേബിൾ എഴുത്. ഹായ്, ഈസി ടേബിൾ ആണല്ലോ. ചിന്തു, നീ 8ന്റെ ടേബിൾ എഴുത്. എനിക്ക് മാത്രം എന്താ ഇത്ര പാടുള്ളത് തന്നത്? എല്ലാവരും ഇപ്പൊ എഴുതണം. ഞാൻ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്യാൻ പോവാ. ഓ മൈ ഗോഡ്, ഞാൻ പെൻസിൽ എടുക്കാൻ മറന്നല്ലോ. ചിണ്ടു, പെൻസിൽ ഉണ്ടോ? എന്റെ കയ്യിൽ ഒരു പെൻസിൽ മാത്രം ഉള്ളടാ. ചിണ്ടു, ആ പെൻസിൽ ഒടിച്ചിട്ട് എനിക്ക് ഒരെണ്ണം തരുമോ പ്ലീസ്? ചിണ്ടു, ടീച്ചർ നോക്കും മുമ്പ് താ ചിണ്ടു. എന്നാ പിടിക്ക്. താങ്ക്സ്. ചിണ്ടു, ഷാർപ്നർ ഉണ്ടോ? നീ ഒന്നും കൊണ്ടുവരില്ലല്ലേ? എല്ലാം എന്നോടാ ചോദിക്കുന്നേ. നീ എനിക്ക് ഷാർപ്നർ എന്നാ ഞാൻ 8ന്റെ ടേബിൾ പറഞ്ഞുതരാം. ഈ ഡീല് കൊള്ളാലോ. ശരി, ഞാൻ എന്റെ ബാഗിലുണ്ടോന്ന് നോക്കട്ടെ. ഗോപി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ ചിണ്ടു? എനിക്കൊരു ഷാർപ്നർ വേണമായിരുന്നു. ആ ശരി, കൊടുക്കാലോ. നീ മന്ത്രം ചൊല്ലിയേ. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. താങ്ക്സ്. ഗോപാൽ, ദാ ഷാർപ്നർ. താങ്ക്സ് ചിണ്ടു. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചെയ്തല്ലോ മിസ്. ചിണ്ടു, നീ ചെയ്തായിരുന്നോ? സോ നിങ്ങൾ ആ നോട്ടും ടേബിളിൽ വെക്ക്. ഞാൻ ഓരോ ബെഞ്ചിലും ഒന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ മിസ്.
എന്റെ നോട്ട് കാണുന്നില്ലല്ലോ. ഗോപാൽ കഴിഞ്ഞോ? സോറി മിസ്, ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞില്ലെന്നോ? പോ പുറത്തുപോയി മുട്ടൂത്തിയേക്ക്. നോട്ട് ഞാൻ എവിടെയാ വെച്ചേ? ചിണ്ടു വേണ്ട, ചിണ്ടു വേണ്ട. അയ്യോ, ഞാൻ നോട്ട് എഴുതി വീട്ടിൽ മറന്നു വെച്ചല്ലോ. അയ്യോ, ഗോപി 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 ഗോപി, എന്താ 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 ചിണ്ടു? നീ എനിക്ക് ഇന്നലെ ഒരു ഹോംവർക്ക് എഴുതി തന്നില്ലേ? എന്റെ അമ്മേ, നീ എല്ലാം ചെയ്തല്ലോ. അതെ. അത് വീട്ടിൽ എഴുതി വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയെന്നേ. അത് മാത്രം എനിക്കൊന്ന് എടുത്തു തരുമോ പ്ലീസ് പ്ലീസ് പ്ലീസ്? എന്താ ചിണ്ടു ഇങ്ങനെ ശ്രദ്ധയില്ലാതെ? ശരി, നീ മന്ത്രം ഒന്ന് ചൊല്ലിയേ. ചിണ്ടോ, നിന്റെ നോട്ട് അവിടെ? ആ, ഇപ്പൊ തരാം മിസ്. ഞാൻ ദേ അത് എടുക്കുകയാണ്. പെട്ടെന്ന് എടുക്ക്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. വന്നില്ലല്ലോ. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. എടുത്തോല്ലേ? ആ മിസ്, ശരി മിസ്, ദേ എടുത്തോണ്ടിരിക്കാം മിസ്. ഗോപി, എന്താ ഒന്നും മിണ്ടാത്തെ? ചാർജ് ഇല്ലേ? എടാ ഗോപി. മിസ് മിസ് നീ ചെയ്തോ ഇല്ലയോ അത് പറ. മിസ്, ഞാനേ നോട്ട് എഴുതി വീട്ടിൽ മറന്നു വെച്ചു മിസ്. എനിക്ക് തോന്നി. പോ പുറത്തുപോയി അവന്റെ കൂടെ മുട്ടൂത്തിയേക്ക്. ചെല്ലിപ്പോ. നീ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഹായ്. ഹായ് ചിണ്ടു. ഓ, സ്കൂൾ വിട്ടല്ലേ? നീ എപ്പോഴും ഇങ്ങോട്ട് വന്നേ? എന്നെ നീ വെറുപ്പിക്കല്ലേ, എനിക്ക് നല്ല ദേഷ്യമുണ്ട് നിന്നോട്. എന്താ ചിണ്ടു, എന്ത് പറ്റി? ഇപ്പോഴെനിക്ക് മനസ്സിലായത് നിന്റെ പേര് ലൗഡ് ഗോപി എന്ന് വെക്കാനുള്ള എന്റെ കാരണം. ഇന്ന് നീ എനിക്ക് സ്കൂളിൽ വെച്ചൊരു പണി തന്നില്ലേ? സോറി ചിണ്ടു, ബാറ്ററി ഡൗൺ ആയി പോയി. അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല. ഈ ഫോണിലൊക്കെ ബാറ്ററി ലോ ആവുമ്പോ അതിൽ കാണിക്കില്ലേ? അതുപോലെ നിനക്ക് ബാറ്ററി ലോ ആവുമ്പോ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രം എന്റെ ഇല്ല. ഞാൻ എപ്പോ വേണമെങ്കിലും ഓഫ് ആവും. പോ ഗോപി, നീ കാരണം ഞാൻ ഒരുപാട് നേരം മുട്ടുകുത്തിയെന്ന്. നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതിയേ. ഹലോ, ആ പറയ്. അതെയോ? പറഞ്ഞതേ ഇല്ലല്ലോ. ആ ശരി, എന്നാ വേഗം വാ. ചിണ്ടു, എന്താ അമ്മ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? സത്യം പറഞ്ഞാ എനിക്കിതൊരു സർപ്രൈസാ. നിന്റെ അനിയത്തി പൂർണിമ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്ത് പറ്റി ചിണ്ടു? അവൾ എന്തിനാ അമ്മ ഇങ്ങോട്ട് വരുന്നേ? എടാ കുരുത്തം കിട്ടവനെ, അങ്ങനെ പറയാൻ പാടില്ല. അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ. ഛേ, അയ്യോ. ചിണ്ടു, നിനക്ക് അനിയത്തിയുണ്ടോ? എന്നോട് പറഞ്ഞില്ലല്ലോ. അതേനെ. നിന്റെ സ്വന്തം അനിയത്തിയാണോ? ഇത്ര നാൾ എവിടെയായിരുന്നു അവള്? അവളെ അമ്മുമ്മയുടെ വീട്ടിൽ നിന്നാ പഠിക്കുന്നേ. എല്ലാ സമ്മർ വെക്കേഷനും ഇങ്ങോട്ട് വരും. ആ, അത് കൊള്ളാലോ. അപ്പൊ നിന്റെ അനിയത്തി കൂടി വന്നാ അടിപൊളിയായിരിക്കും അല്ലേ? ഗോപി, നിനക്ക് അവളെ പറ്റി ശരിക്കും അറിയില്ല. അവള് ചെറിയ കുട്ടിയല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളെ പറ്റി ഞാനൊരു കുട്ടിക്കഥ പറയാം, നീ കേക്കുവോ? പറയ്, കേക്കട്ടെ. അവളുടെ പേര് പൂർണിമ, എന്റെ സ്വന്തം അനിയത്തി. അവൾക്ക് പാവയെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഒട്ടും ഇഷ്ടമല്ല. അവള് വീട്ടിലുള്ളപ്പോഴേ ഒരു ദിവസം എന്റെ പാവകളെ മൊത്തം സോഫയിൽ വരി വരിയായി അടക്കി വെച്ചിരുന്നു. അടുത്ത ദിവസം ഞാൻ ആ സോഫയിൽ വീണ്ടും പോയി നോക്കി. അവിടെ ഇരുന്ന എല്ലാ പാവയുടെ തലയും അവള് പിഴുതെടുത്തു. ഒരു പാവയല്ല, രണ്ട് പാവയല്ല. അവളുടെ കയ്യിൽ എത്ര പാവ കിട്ടിയാലും അവള് അതിന്റെ തല പിഴുതെടുക്കും. ഇപ്പൊ പറ, അവള് നല്ലവളോ അതോ ചീത്തയാണോ? അപ്പൊ നിന്റെ അനിയത്തി പൂർണിമ എനിക്ക് വില്ലത്തിയാ. അവളുടെ അടുത്ത് നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ പറ്റൂ. ഡോൺ വറി ഗോപി, എല്ലാം ഞാൻ നോക്കിക്കോളാം. വളരെ നന്ദി ചിണ്ടു. ചിണ്ടു, ആ, നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവിടെ വാ. ആ ദേ വരുന്നു. ശരി, നമുക്ക് അങ്ങോട്ട് പോ. ചിണ്ടു, നീ അവിടെ എന്തെടുക്കുക? ഹായ് അച്ഛാ. ഈ പാവ ഇവിടെ ഉണ്ടായിരുന്ന? ശരി ചിണ്ടു, നീ പാവയായിട്ട് സംസാരിച്ചിരിക്കും. ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിലുണ്ടാവും. ശരി, ബൈ. അച്ഛാ, അപ്പ എന്നോട് സംസാരിക്കില്ലല്ലേ? വാ അച്ഛാ, ഇവിടെ വന്നിരിക്കേ. ശരി, ഞാൻ വരാം. മോൻ പാവയുടെ കൂടെ ഹാപ്പി ആണല്ലേ? ഇത് ഇഷ്ടായോ മോനെ? അതെ അച്ഛാ, എനിക്ക് ഈ പാവ ഭയങ്കര ഇഷ്ടായി. ഹലോ പാവ, എന്തൊക്കെയുണ്ട് വിശേഷം? വല്ലതും കഴിച്ചായിരുന്നോ? ഹലോ ബാവ, എന്തൊക്കെയുണ്ട് വിശേഷം? വല്ലതും കഴിച്ചായിരുന്നോ? അച്ഛാ, ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് പറഞ്ഞേ. രജനീകാന്തിന്റെ ഡയലോഗ് പറയട്ടെ? ഭയമ്മ എണക്ക. ചിണ്ടുവിനെ കാണുന്നില്ലല്ലോ.
ഇതെന്തോ സംഭവിച്ചു? ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. എന്താ വീട് ഈ കളറിലും ലൈറ്റൊക്കെ? ഇതെന്തോ തിരിയുന്നേ? അച്ഛ 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 എന്താ അച്ഛ എന്തു പറ്റി? ഒന്നുമില്ല ചിണ്ടു. ഞാൻ വിചാരിച്ച അച്ഛൻ ഭയന്നു പോയെന്ന്. ഭയത്തിന്റെ സ്പെല്ലിംഗ് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെയും പിന്നെ ഭയന്നു ചോദിക്കുന്നേ? സ്റ്റുപ്പിഡ്. ഇത് നിന്റെ പണിയായിരുന്നല്ലേ? അവള് വന്ന് 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 ഹായ് ചിന്തു. ആ ഈ സ്ഥലം കൊള്ളാം. നീ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരുന്ന പൂർണിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാം. ചിന്തു, ഇതിനുള്ളിലാണോ നീ എന്നെ വെക്കാൻ പോകുന്നേ? എനിക്ക് വേറെ വഴിയില്ല. ഇതിനുള്ളിൽ കാറ്റ് പോലും കിട്ടില്ല. നീ എന്നെ വേറെ എവിടെയെങ്കിലും വെക്കാവോ? നിനക്ക് കാറ്റാണോ വലുത് അതോ നിന്റെ ജീവനോ? എടാ മണ്ടൻ ചിന്തു, കാറ്റില്ലെങ്കിൽ ജീവനില്ല. ആ, അതും കറക്റ്റാ. ഈ കബോർഡ് പൂർണ്ണി ഓപ്പൺ ചെയ്യില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും വരൂല ഗോപി. ഈ കബോർഡ് അവളെ കൊണ്ട് തുറക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ. അല്ല നിനക്ക് മാജിക് പവർ ഇല്ലേ? അത് വെച്ച് അവളെ ഈ നാട്ടീന്നേ ഓടിച്ചൂടെ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ചിന്തു. എനിക്ക് അത്രയ്ക്കൊന്നും മാജിക് പവർ ഇല്ല. ഓ അങ്ങനെയാണോ? ശരി ഓക്കെ. ചേട്ടാ പൂർണി നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. ബോറടിക്കുകയാണെങ്കിൽ പോയി ടി വി ആണ്. ഞാൻ രാവിലെ മുതലേ ടിവി തന്നെ കണ്ടോണ്ടിരിക്കുന്നേ. എന്നാ പോയി ഉറങ്ങിപ്പോ. എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല. ചേട്ടന്റെ കയ്യില് പാവയുണ്ടോ ചേട്ടാ? പാവയോ? പാവ പാവ എന്റെ കയ്യിലില്ല. അല്ല, ആദ്യം നിന്റെ കയ്യിൽ ഒരുപാട് പാവയുണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാ ചോദിച്ചേ. അതെ, മുൻപ് എന്റെ കയ്യിൽ പാവയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വലിയ പയ്യനായില്ലേ. ഇപ്പോഴും ഞാൻ പാവ വെച്ച് കളിക്കണോ? ശരി, പോ. ബൈ. എന്റെ അമ്മേ, അവള് പോയി. ഗോപി, അവള് പോയി. എന്താ ചിന്തു പാവയൊക്കെ ചോദിക്കുന്നല്ലോ? അവളുടെ കൈ കൊണ്ടാണോ എന്റെ മരണം? അതൊന്നുമില്ലെന്നേ, ഞാൻ നോക്കിക്കോളാം. ശരി ശരി, നീ ശ്രദ്ധിക്കണേ. അവള് ചിലപ്പോ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് പിന്നെ കാണാം. ബൈ. എടാ 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 ചിന്തു അടക്കല്ലേ, എടാ ചിന്തു അടക്കല്ലേടാ. എനിക്ക് ശ്വാസം മുട്ടുന്നു. പറയുന്ന കേക്ക്. കബോർഡ് പോലും ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ. ഓ രാവിലെ തന്നെ പിടിപ്പത് പണിയാ. അതെ, ആ ഇന്ന് വൈകുന്നേരം നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് അമ്പലത്തിലൊന്ന് പോയാലോ? നമുക്ക് വേറൊരു ദിവസം പോവാടി. ഇന്ന് ഏതാ ദിവസം അറിയോ? എന്ത് ദിവസായാലും എന്താ? എന്നെ സംബന്ധിച്ച് ഇന്ന് സൺഡേയാ. ചുമ്മാ ടിവിയുടെ മുമ്പിൽ മരം പോലെ ഇരിക്കുകയല്ലേ? അവിടെ ഇരിക്കുന്ന ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാൽ എന്താ? ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞ ഞാൻ ടയേർഡാണെന്ന്. ഛേ, ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുന്നേ. അന്നാ ഇവള് വന്നിട്ട് ക്യാരറ്റ് വെട്ട് ബീൻസ് വെട്ടുന്നു. ചിണ്ടുന്റെ അമ്മേ, വരൂ 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 വരൂ. അമ്മ, അടുത്ത വീട്ടിലെ പരിമളം ചേച്ചി വന്നിട്ടുണ്ട്. ഇരിക്കൂ ഇരിക്കൂ. ചിണ്ടുന്റെ അമ്മ എവിടെ? അതാ കിച്ചണിലുണ്ട്. ഓ കിച്ചണിലാണല്ലേ. ചിണ്ടുന്റെ അച്ഛ, ദാ ഈ തേങ്ങ ഒന്ന് ഉടച്ചു തരാവോ? ഞാൻ നോക്കിട്ട് ഉടയുന്നേ ഇല്ല. അതിങ്ങ് തന്നേര്, ഞാൻ ഉടയ്ക്കാന്നേ. താ താ. ഇതൊക്കെ ഈസി കാര്യമല്ലേ? നിങ്ങളോട് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പോയി ഉടച്ചിട്ട് വരാം. അല്ലേ ചിണ്ടുന്റെ അമ്മേ, ഇന്ന് എന്ത് കറിയാ വെച്ചിരിക്കുമേ? ഞാനിന്ന് കുമ്പളങ്ങ കറിയാ വെച്ചത്. ഞാൻ പടവലങ്ങ കറിയാ വെച്ചത്. ഓ, അപ്പുറത്തെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നമൊക്കെ മാറിയോ? അപ്പുറത്തെ വീട്ടിലെ കോമളില്ലേ, അവളായിട്ട് എന്തോ പ്രശ്നമാന്നേ. ഓ അങ്ങനെയാണോ? അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. രണ്ട് വർത്താനം പറഞ്ഞു തന്നെ കാര്യം. ഇതാ പിടി. വാവ്, ചിന്തുന്റെ അമ്മ ഇത് നോക്കിയേ, എത്ര ഭംഗിയായിട്ട് ഉടച്ചിരിക്കുന്നേന്ന്.
ഇവളെപ്പോഴാ ഇവിടെ വന്നേ? അവിടെ ഇരിക്കുന്ന ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാൽ എന്താ? ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ടയേർഡാണെന്ന്. ശരി ചിണ്ടുവിന്റെ അമ്മേ, പടവലങ്ങി അടുപ്പിൽ വെച്ചിരിക്കുക. ഞാൻ പോയിട്ട് വരെ. പോയിട്ട് വാ. പറയാൻ മറന്നുപോയി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ദൈവമേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്ക് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണോ? അത് പറഞ്ഞില്ലല്ലോ. അല്ല, ഇന്ന് നൈറ്റ് നിനക്ക് സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. ഹാപ്പി വെഡിങ് ഡേ അമ്മ. താങ്ക് യു. ഹാപ്പി ഡെത്ത് ഡേ അച്ഛാ. ഇവന്റെ കാര്യം പോടാ, ഞാൻ തീർന്നു. നിങ്ങളൊന്ന് ബെഡ്റൂമിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കണം. അയ്യോ, അവള് വിളിക്കുന്നു. നീ പോ, ഞാൻ പിന്നാലെ വരാം. ചിണ്ടു, എനിക്കൊരു ഐഡിയ. പറ ഗോപി. അതെ, നിന്റെ കയ്യില് വേറെ ഏതെങ്കിലും പാവയുണ്ടോ? എന്തിനാ? ഉണ്ടെങ്കിൽ ഇത് അവളുടെ കൊടുത്തു നോക്ക്. അവളെ എന്റെ തലയെടുക്കുമെന്ന് നോക്കാം. അതെല്ലാം അവള് നശിപ്പിക്കും. അവളിനി മാറിയിട്ടുണ്ടെങ്കിലോ? ചുമ്മാ ഒരു പാവ കൊടുത്തു നോക്ക്. മാറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാലോ, പിന്നെ അവളെ പേടിക്കണ്ടല്ലോ. അതവള് നാശാക്കിയാലോ? അവളത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവള് മാറിയിട്ടില്ല എന്നർത്ഥം. ഈ കബോർഡിൽ ജീവിക്കാനായിരിക്കും പിന്നെ എന്റെ വിധി. ശരി, ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്ക്. ശരി, ബൈ. പൂർണി, പറ ചേട്ടാ. ദാ പാവ വേണമെന്ന് പറഞ്ഞില്ലേ? ചേട്ടനയില് പാവയില്ലാന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ പാവ വെച്ചിപ്പോ കളിക്കാറില്ലല്ലോ. നീ ചോദിച്ചോണ്ട് കടയിൽ പോയി വാങ്ങിട്ട് വന്നതാ. അങ്ങനെയാണോ? താങ്ക് യു ചേട്ടാ. പാവ എങ്ങനെ കൈപിടിച്ച് തോക്കല്ലേ, അതിന് വേദനിക്കില്ലേ? വേദന എടുക്കുമെന്നോ? ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ചോ, എന്തിനാ ഇതിനെ താഴെയിട്ടെ? ആ കുട്ടിയുടെ തലയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റില്ലേ? സോറി. ഇങ്ങതാ. ദാ പാവയുടെ തലയ്ക്ക് മുറിവായി. ഞാൻ നിനക്ക് മരുന്ന് തരാ. താങ്ക്സ് ഏട്ടാ. ശരി, നിനക്കിനി ബോറടിക്കില്ല. ഈ പാവ വെച്ച് കളിച്ചോട്ടോ. നിന്റെ മുടിയാകെ ജട പിടിച്ചല്ലോ. കണ്ണെന്താ അടഞ്ഞിരിക്കുന്നേ? ഇനി നിന്നെ ഞാൻ നോക്കിക്കോളാം. പൂർണ്ണി വന്നല്ലോ. ഇനി മുതൽ നിന്റെ എല്ലാം ഞാനാ. നിനക്ക് ഞാൻ ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കി തരാം. സമാധാനമായിട്ട് ഉറങ്ങ്. ഗോപി, പറയ് ചിണ്ടു. ഒരു ഹാപ്പി ന്യൂസ്. എന്ത് ഹാപ്പി ന്യൂസാ ചിണ്ടു? അവള് നീ പറഞ്ഞതുപോലെ മാറിയെന്നാ തോന്നുന്നേ. അത് കൊള്ളാലോ ചിണ്ടു. അല്ല, അവിടെ എന്താ സംഭവിച്ചേ? ഞാനൊരു പാവ വാങ്ങി കൊടുത്തിരുന്നു. അപ്പൊ അവള് ചോദിക്കാ, എന്തിനാ അതിന്റെ കൈ പിടിച്ച് പൊക്കുന്നേ, തല പിടിച്ച് പൊക്കുന്നേന്ന്. അതിനുശേഷം ഉണ്ടല്ലോ, അതിന് പൊട്ടുകുത്തി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, മുടി ചീക്കി കൊടുക്കുന്നു. നല്ല സേഫ്റ്റി ആയിട്ടാ നോക്കുന്നേ. അത് കൊള്ളാൻ ചിണ്ടു. ഞാനല്ലേ പറഞ്ഞവള് മാറിയിട്ടുണ്ടാവുന്നു. അപ്പൊ നീയല്ലേ കേക്കാതിരുന്നേ? ആ, ശരിയാ. അതെ ചിണ്ടു, അവളിപ്പോ മാറിയില്ലേ? ഇനി എന്നെ കബോർഡിന്ന് പുറത്തെടുത്തൂടെ? വേണ്ട വേണ്ട, ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ. നാളെ നിന്നെ ഞാൻ റിലീസാക്കാം. ദൈവമേ, അപ്പൊ നാളെ വരെ വെയിറ്റ് ചെയ്യണല്ലേ? ശരി ഗോപി, എനിക്ക് ഒരു ഐസ്ക്രീം കിട്ടിയാ കൊള്ളായിരുന്നു. തരാലോ ചിണ്ടു, നീ മന്ത്രം ചൊല്ല്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. എന്റെ അച്ഛനോട് അമ്മയോട് ഞാൻ എത്ര തവണ ഐസ്ക്രീം വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? ലൗഡ് ഗോപി, നീ എനിക്ക് എത്ര തവണയാ വാങ്ങി തന്നിട്ടില്ലേ? ഐസ്ക്രീം നന്നായിട്ടുണ്ട്. ശരി, ഓക്കെ, ഞാനിപ്പോ ഉറങ്ങാൻ പോവാ. നമുക്ക് നാളെ കാണാവേ. നാളെയാണ് നിന്റെ റിലീസ് ഡേറ്റ്. അതെ 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 ചിണ്ടു. നാളേക്ക് നിന്റെ സ്വാതന്ത്ര്യദിനാ. ഓക്കെ അല്ലേ? ബൈ, ഗുഡ് നൈറ്റ്. എന്താ, ഞാൻ പൂർണിമയെ പറ്റി എന്തൊക്കെയാ വിചാരിച്ചല്ലേ? പക്ഷെ അവൾക്ക് പാവകളൊക്കെ ഇത്ര ഇഷ്ടമായിരുന്നു അല്ലേ? നല്ല മാറ്റമുണ്ട്. അതിന് നന്നായിട്ട് കിടത്തി, മുടി ചീകി, അതിന് പുതപ്പിച്ചു കൊടുത്തിട്ട് ഉറക്കിട്ട് പോയല്ലേ അവള്. ഛേ,
ഇവളെ പറ്റി ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ. പോ ചിണ്ടു. ഇതിന്റെ ബോഡി ഇതെവിടെ പോയി? ഗോപി, ഗോപി, ഗോപി. അമ്മ, എന്റെ പാവയെ കണ്ടോ? നീ എവിടെയോ കൊണ്ടുവച്ചിട്ട് എന്നോടാണ് ചോദിക്കുന്നത്? ഞാനാ അത് വെച്ച് കളിക്കുന്നേ. ശരി, പൂർണ്ണി എവിടെ? ഓ പൂർണിയോ? അവള് വരാന്തിലിരുന്ന് കളിക്കുന്നുണ്ട്. പോയി നോക്ക്, പോ ചെല്ല്. ആ, ഹായ്, എന്റെ പേര് പൂർണി. എന്റെ പേര് പൂർണി. ഞാൻ യുകെജിയിലാ പഠിക്കുന്നേ. നിന്നെ കാണാൻ കൊള്ളാലോ. പൂർണ്ണി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഹായ് ചേട്ടാ. അതല്ല, നിനക്ക് ഈ പാവയെ എവിടെന്നാ കിട്ടിയത്? അതാണോ? നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ ഞാൻ പേഴ്സ് എവിടെ, പേഴ്സ് എവിടെ, പേഴ്സ് എവിടെ? എന്നാൽ ഈ പാവെങ്ങനെ ഇവിടെ വന്ന്? നമ്മുടെ ജീവിതം വെച്ച് കളിക്കലായിപ്പോ എന്റെ പണിയല്ലേ? കോൺജറിങ്ങിലെ പാവനെ പോലെ അവിടെ ഇവിടെ കറങ്ങി നടക്കല്ലേ? ആ പൂർണി, ഈ പാവ ആരുടെ അച്ഛാ? ഇത് ചിണ്ടുവിന്റെയാ മോളെ. ചേട്ടന്റെയോ? ചേട്ടൻ പാവയുടെ കൂടെ കളിക്കാറില്ല, വലിയ പയ്യനായിന്നാണല്ലോ പറഞ്ഞേ. അങ്ങനൊന്നുമില്ല. നീ വരുന്നതിന് മുമ്പ് 24 മണിക്കൂർ ഈ പാവയുടെ കൂടെയായിരുന്നു അവൻ. ഈ പാവയുടെ കൂടെ ഞാനും കളിച്ചോട്ടെ? മോൾക്ക് വേണോ ഇത്? ദാ പിടി. താങ്ക്സ് അച്ഛാ. ഇതിനൊക്കെ കാരണം അച്ഛനായിരുന്നല്ലേ? അങ്ങേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ശരി, നീ ഇത് വെച്ച് കളിച്ചു കഴിഞ്ഞില്ലേ? ഇനി എനിക്കിതാ. ചേട്ടാ, ഇന്ന് മുഴുവൻ ഞാൻ ഈ പാവ വെച്ച് കളിച്ചോട്ടെ? ആ, ഇതിനെ കുളിപ്പിച്ച് പൊട്ടുകുത്തി ഉറക്കാൻ പോവാ ഞാൻ. അത് കഴിഞ്ഞ് നീ അതിന്റെ തല ഊരിയെടുക്കൂലേ? ഒന്നും വേണ്ട, പാവയത്താ. നീ വാങ്ങി തന്ന പാവ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. നീ ഇത് കേക്ക് പൂർണ്ണി. ചേട്ടൻ അച്ഛനോട് പറഞ്ഞിട്ടേ പുതിയൊരു പാവ വാങ്ങിത്തരാൻ പറയാ. ഇപ്പൊ ഇത് ഇങ്ങോട്ട് താ. ഞാൻ തരില്ല. ഇപ്പൊ ഇത് തരുന്നുണ്ടോ അല്ലയോ? താ, ഞാൻ തരില്ല. താ, ചേട്ടാ, താ. എനിക്ക് താ. വിട്. അമ്മേ, അമ്മേ, അമ്മേ. ഈ കുരുത്തങ്കെട്ട ചെക്കനും ഈ കുരുത്തങ്കെട്ട പെണ്ണും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പ്രശ്നം? അമ്മേ, ഈ ചേട്ടൻ എന്റെ പാവ തട്ടിപ്പറിക്കുക. വിട് പൂർണ്ണി. എനിക്ക് താ. അയ്യോ അയ്യോ, അതിന്റെ തല നീ തന്നെ എടുത്തോ. അമ്മ, ചിണ്ടു, നീയല്ലേ ഇത്ര കാലം പാവ വെച്ച് കളിച്ചത്? പൂർണി ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. കുറച്ചാൾ അവള് കളിക്കട്ടെ, നീ മിണ്ടായിരിക്കും. ശരി ഓക്കെ. ആ പൂർണ്ണി, അതിങ്ങ് താ. ഞാൻ ഒരു അരമണിക്കൂർ ചാർജ് ചെയ്തിട്ട് തരാം. അപ്പോഴേ അത് വർക്ക് ആവുള്ളൂ. കുഴപ്പമില്ല, ചാർജർ ഞാൻ ചെയ്തോളാം. നീ അങ്ങനെ കരണ്ടി കളിക്കാൻ നിൽക്കണ്ട, ഞാൻ നോക്കിക്കോളാം. താ. പൂർണി, അവൻ ചാർജ് ചെയ്ത് തരും. നീ അവന്റെ കൊടുക്ക്. വേണ്ടമ്മ. തന്നില്ലെങ്കിൽ ഞാൻ അവന്റെ ഇത് വാങ്ങിത്തരാം. കൊടുക്ക്. എടാ, ചാർജ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണേ. ഇങ്ങ് പിടിക്ക്. എനിക്ക് 15 മിനിറ്റിനുള്ളിൽ പാവ തിരിച്ചു കിട്ടണം. ഗോപി, ചിണ്ടു എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. ചിണ്ടു എന്നെ രക്ഷിക്ക്. കരയല്ലേ? അയ്യോ പ്ലീസ്, കരയല്ലെന്ന് ഞാൻ പറയുന്നേ. അയ്യോ, ഞാൻ പറയുന്നേ കേക്ക്. പറയ് ചിണ്ടു. അതുണ്ടല്ലോ ഗോപി, നമുക്ക് അധികം സമയമൊന്നുമില്ല കേട്ടോ. ആകെ 15 മിനിറ്റേ ഉള്ളൂ. അവളുടെ അടുത്ത് രക്ഷപ്പെടുന്ന കാര്യം അതിനുള്ളിൽ ആലോചിക്കണം. ചിണ്ടു, ഒരു ഐഡിയ. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് പാവ കാണുന്നില്ലെന്ന് പറഞ്ഞാലോ? അപ്പൊ എന്റെ അമ്മ എന്നെ വഴക്ക് പറയില്ലേ നിന്നെ കൊണ്ട് കളഞ്ഞതിന്? ഇതാണ് നിന്റെ ഐഡിയ. അപ്പൊ നീ തന്നെ ഒരു ഐഡിയ പറ. അതിനു മുമ്പ് നീ എനിക്കൊരു ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് തരുമോ? നല്ല വിശപ്പുണ്ടേ. നീ പെരകത്തുമ്പോ വാഴ വെട്ടല്ലേ ചിണ്ടു? അങ്ങനെയല്ല ഗോപി, എനിക്ക് വിശന്നാലേ ഐഡിയ വരില്ല. എന്തിലാവട്ടെ, നീ മന്ത്രം ചൊല്ല്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. എടുത്ത് വീണ്. താങ്ക്സ്. ഇപ്പൊ ഞാൻ ആലോചിക്കാം. അയ്യോ, ഈ പയ്യൻ തിന്നുന്നതിൽ ബിസി ആയല്ലോ. ശരി, ഞാനൊരു ഐഡിയ പറയാം. അവളിനി എന്നെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാനൊരു സിഗ്നൽ തരാം. സിഗ്നലോ? അത് നീ എങ്ങനെ തരാൻ പോകുന്നേ? സിഗ്നൽ ഞാൻ എന്റെ മാജിക് പവർ ഉപയോഗിച്ച് തരാം. ഓ ശരി, ഓക്കെ. മിസ് യു ഗോപി. മിസ് യു ഓക്കെ. RIP പറയാതിരുന്നാ മതിയായിരുന്നു. പേടിക്കണ്ട കേട്ടോ, ഞാൻ അവളുടെ അടുത്ത് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. എന്റെ ചേട്ടൻ നിന്നെ കുളിപ്പിക്കാറില്ലെന്നാ തോന്നുന്നേ. അതാ നിന്റെ മേത്തൊരു നാറ്റം അടിക്കുന്നേ. കുഴപ്പമില്ല, ഇന്ന് നിനക്ക് ബാത്തിങ് ഡേയാ. ഞാൻ നിന്നെ കുളിപ്പിക്കാട്ടോ. എടി ദുഷ്ടത്തി,
എന്റെ വീട്ടിൽ വെള്ളമായ ഞാൻ കംപ്ലൈന്റ് ആവുമല്ലോ. എങ്ങനെയെങ്കിലും ചിണ്ടുവിന്റെ അടുത്ത് ഈ കാര്യം അറിയിക്കണം. ചിണ്ടു നീ എവിടെ പോയി കിടക്കാടാ? ഞാൻ ക്ഷീണിച്ചു. ഇതെന്താ കുലുങ്ങുന്നേ? എന്നാലും എന്തായിരിക്കും? ഇനി ഭൂമികൾക്ക് മറ്റോ ആണോ? വഴക്കടിക്കുന്നത് കൊണ്ട് ഏതൊരു പ്രശ്നം എടാ പൊട്ടാ ചിണ്ടു, ഇതാടാ സിഗ്നൽ. എന്നെ വേഗം വന്നൊന്ന് രക്ഷിക്കടാ. എടാ വാടാ പ്ലീസ്. അയ്യോ, ഭൂമികൾക്കും കൂടിയെന്നാ തോന്നുന്നേ. പൊതുവെ ഡിസംബർ മാസത്തിലാണല്ലോ ഭൂമികൾക്കോ മഴയൊക്കെ വരാറ്. ഇപ്പോഴെന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? അമ്മ അമ്മ, എന്നാൽ എന്തായിരിക്കും ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അയ്യോ, ഇവളത്തെ വെള്ളം ഒഴിക്കാൻ പോകുന്നു. എടാ ചിണ്ടു, നീ അവിടെ എന്തെടുക്കാടാ? സ്കൂളിൽ നല്ല എന്താ ടി വി ഓഫായത്? അയ്യോ, ദേ അവള് വെള്ളം ഒഴിക്കാൻ പോകുന്നു. അയ്യോ, ഇതാണല്ലോ എന്നോട് ഗോപി സിഗ്നൽ തരാന്ന് പറഞ്ഞത്. സോറി ഗോപി, എനിക്ക് ഇപ്പോഴത് സിഗ്നലാന്ന് മനസ്സിലായത്. ഞാൻ ദാ വരുന്നു ഗോപി. എടി പ്രാന്തത്തി പൂർണി, നീ എന്താ അവിടെ ചെയ്യുന്നേ? കുളിപ്പിക്കുന്നോ? വെള്ളം ഒഴിച്ചത് കംപ്ലൈന്റ് ആവില്ലേ? ഇത് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. അമ്മയോട് പറയല്ലേ? സോറി. ഇവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഈ പാവയെ വാങ്ങണം. ഇന്ന് നൈറ്റ് പ്ലാൻ ചെയ്യാം. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. പറ്റിയ സമയ അവളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴേ പാവയെ അടിച്ചെടുക്കണം. ഇവളെവിടെയാണിത്? ഉറങ്ങിപ്പോയോ? ഇതാണ് കറക്റ്റ് സമയം. ഇപ്പൊ തന്നെ പോയി എടുത്തേക്കാം. മച്ചാനെ, നമുക്ക് നീ വീട്ടിൽ കയറാം. കണ്ടിട്ട് കുറെ തടയുന്ന തോന്നുന്നേ. പിന്നല്ല, വാ. മച്ചാനെ, അവിടെ ആരോ കിടക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നല്ല ഉറക്കത്തിലാന്നേ. എന്താടാ? അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇത് ഇവിടെ ഒരു കുട്ടി പിശാച് നമ്മളെ നോക്കിക്കും. ഇവനാരടാ? എനിക്കറിയാൻ പാടില്ല. അവൻ ഒച്ച വയ്ക്കുന്നതിന് മുമ്പ് വായോത്താം. എടാ, ഒച്ച വെച്ചാൽ നിന്നുണ്ടല്ലോ. നീ എന്തേ കാണിക്കണേ? ചെറിയ പയ്യനെ പേടിപ്പിക്കുന്ന. ചെറിയ പിള്ളേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ നോക്കോ. മോനെ, മോന്റെ പേരെന്താ? ചിണ്ടു. ചിണ്ടു എന്നാണോ? മോനെ ചിണ്ടു, ഞങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ഓ, മനസ്സിലായോ? നീ എങ്ങാനും ഒച്ച വെച്ചാ നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകും. ഇല്ല, ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പാ? ഇതെന്താണ് മച്ചാനെ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ആരുമില്ല. ഇവൻ നമ്മളടുത്ത ഹെൽപ്പ് ചോദിക്കുന്നത്. എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലേ ഈ വീട്ടിൽ സ്വർണവും പണവും ഒക്കെ എവിടെ ഇരിക്കാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ത് ഹെൽപ്പാ മോന് വേണ്ടേ? മൊത്തം 2 ഹെൽപ്പ്. ഫസ്റ്റ് ഹെൽപ്പ് ഇതാ പിടിക്ക്. സ്കൂൾ ബാഗ്. ഇതും നിങ്ങൾ എടുത്തോണ്ട് പോണം. അപ്പോഴാ മിസ് ചോദിക്കുമ്പോ കള്ളം കൊണ്ടുപോയെന്ന് എനിക്ക് പറയാൻ. അവനവന്റെ പ്രശ്നങ്ങള്. അതെ അതെ, ശരി, ഓക്കെ. വേറെന്താ? ഇനി 2ാമത്തെ ഹെൽപ്പ്. അവിടെ ഉറങ്ങുന്നില്ലേ എന്റെ അനിയത്തി പൂർണിമ? അവളുടെ അടുത്തുനിന്ന് എനിക്ക് ആ പാവയെ വാങ്ങിത്തരുമോ പ്ലീസ്? ആ പാവ എടുക്കുമ്പോ അവൾ ഉണർത്താതിരിക്കണം. അങ്ങനെ ഉണർത്തി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ വലിയൊരു ദുരന്തം കാണേണ്ടി വരും. ശരി, ഓക്കെ. എടച്ചക്ക, ദാ നീ പറഞ്ഞ പാവ. താങ്ക് യു. ശരി, ഇനി പറ, സ്വർണം കാശൊക്കെ എവിടെ ഇരിക്കുന്നേ? ഒരു മിനിറ്റേ.
ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ഇപ്പൊ എന്തിനാടാ കൊച്ചിനെ വിത്ത് പേപ്പർ ഇട്ടെ? ഹായ് പൂർണിമ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ആപത്ത് വരാൻ പോകുന്നു. ഇവനെന്തൊക്കെ പറയുന്നേ? ഞാൻ ഇവളെ കാര്യം നോക്കാം, നീ അവളുടെ കാര്യം നോക്ക്. ഏയ് ചിണ്ടു, എന്തിനാ രണ്ടുപേരും ഇങ്ങനെ ഒച്ച വെക്കുന്നേ? സോറി. ഗുഡ് നൈറ്റ്. ഓടിപ്പോയി. അല്ല ഇപ്പൊ ആരാ റോക്കറ്റ് വിട്ടുമല്ലോ വീട്ടിൽ നിന്ന് ഓടിപ്പോയത്? അമ്മ, അതൊന്നുമില്ല അമ്മ. നമ്മുടെ വീട്ടിൽ 2 കള്ളന്മാര് വന്നായിരുന്നു. ഞാനും പൂർണിമയും ചേർന്ന് അവര് ഓടിച്ചു വിട്ടു. കള്ളനോ? ഉം. അത് കൊള്ളാലോ. നമ്മുടെ പിള്ളേർക്ക് ഇത്ര ധൈര്യോ? ചിണ്ടുവിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നേരത്ത് സ്വർണ്ണവും പണമൊക്കെ എടുത്തോണ്ട് പോയാ എന്തായനെ? കൊള്ളാം. നാളെ നമുക്കിത് വേറെ ലെവലായിട്ട് ആഘോഷിക്കണം. നാളെ നമ്മൾ എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ്. എങ്ങനെയുണ്ട്? ഹായ്, അത് കൊള്ളാലോ. അവരെന്റെ സ്കൂൾ ബാഗും കൊണ്ടുപോയല്ലോ. ആ ചിണ്ടു, പാർക്ക് എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, എനിക്ക് ഭയങ്കര ഇഷ്ടായി അച്ഛാ. ആ പൂർണിക്കോ? ആ എനിക്കും ഇഷ്ടായി. ആ അച്ഛാ, ഈ പാർക്കിൽ ഊഞ്ഞാലില്ലേ? ഞാൻ പോയി കളിച്ചിട്ട് വരട്ടെ. അമ്മ, ഞാനും പോയി കളിച്ചിട്ട് വരട്ടെ. ചിണ്ടു, ഇപ്പൊ വേണ്ട, പിന്നെ കളിക്കാം. ശരി, ഓക്കെ. അമ്മ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ ചേട്ടൻ പാവ എടുത്തോണ്ട് പോയി. പൂർണിയുടെ അടുത്ത് നീ പാവ എടുത്തോ? അയ്യോ, ചതിച്ചല്ലേ ഈശ്വരാ. ചേട്ടൻ പാവ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒളിപ്പിച്ച് വെച്ചിരിക്കാ. ഓ, നീ പാവയെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുറത്തെടുക്ക്. അമ്മ, ഇത്രയും ദിവസം അവളുടെ കയ്യിലായിരുന്നില്ലേ? ഈ ഒരു ദിവസം എന്റെ കയ്യിൽ വെച്ചോട്ടെ അമ്മ. ശരി, ഓക്കെ, ഇനി അവന്റെ ഇരിക്കട്ടെ. അമ്മ, പൂർണി, ഇത്രയും ദിവസം നിന്റെ കയ്യിലായിരുന്നില്ലേ? ഇനി കുറച്ചു നേരം അവൻ കളിക്കട്ടെ. അതിങ്ങ് താ. ഇങ്ങ് താ പൂർണി. അത് താ. അതെനിക്ക് താ. പാവ പിടിച്ച് വലിക്കല്ലേ? വിടാനാ പറഞ്ഞത്. വിട്. അയ്യേ, വീട്ടിൽ വെച്ച് വഴക്കിടുന്നോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇപ്പൊ ഇവിടെ ഒന്ന് വഴക്കിടുക. അച്ഛ, ഇവിടെ വെറുതെ. ഇന്നൊരു ദിവസം ചേട്ടൻ കളിക്കട്ടെ, കൊടുക്ക അവന്റെ. അമ്മ, അടുത്ത വീട്ടിലെ പരിമള ചേച്ചി വന്നിട്ടുണ്ട്. ഹേയ് ചിണ്ടു. ഹായ്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? വരൂ 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 വരൂ. വരൂ, വന്നിരിക്കെ. അതാ വരുന്നു. ആ ചിണ്ടുവിന്റെ അമ്മേ, എന്റെ മോള് കാരണ വെക്കേഷൻ ആയതല്ലേ, അപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോവാന്ന് പറഞ്ഞ് ശല്യം ചെയ്തോണ്ടിരിക്കുക. അങ്ങനെയാണോ? ആ, അങ്ങനെയാ. പിക്നിക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. ഇവിടെ വന്നപ്പോ നിങ്ങൾ എല്ലാവരും ഉണ്ട്. വാട്ട് എ കോ എഡ്യൂക്കേഷൻ, കണ്ടില്ലേ? അച്ഛാ, അത് കോ എഡ്യൂക്കേഷൻ അല്ല, കോ ഇൻസിഡന്റാ. ഓ, അത് കോ ഇൻസിഡന്റ് ആയിരുന്നു. എവിടെ? നിങ്ങളുടെ മോള് വന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. എവിടെ ചേച്ചി? ആ, ഇവിടെ തന്നെ ഉണ്ട്. ദേ അവിടെ കളിച്ചോണ്ടിരിക്കാന്നേ. ഓ, അങ്ങനെയാണല്ലേ. അച്ഛാ, ഞാനേ കുറച്ചു നേരം പോയി കളിച്ചിട്ട് വരാം. ദാ, പെട്ടെന്ന് ഞാൻ പോയിട്ട് വരാം. ദാ വരാം അമ്മ. ബൈ. എന്താ ചിണ്ടു, ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, അത് നിന്റെ പണിയായിരുന്നോ? എങ്ങനെയുണ്ട് ചിണ്ടു എന്റെ മാജിക് പവർ? നന്നായിട്ടില്ലേ? എനിക്ക് സ്നോ വേണം. അക്കടെ ചൂട്. നന്നായിട്ടുണ്ട്. ചിണ്ടു, നീ എവിടെയാ? ആ, ഇങ്ങോട്ട് വാ. അതെ വരുന്നമ്മേ. ശരി, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചാലോ? എടി, നീ അത് ഓപ്പൺ ചെയ്യ്. രസങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? അത് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അല്ല, മോളുടെ പേരെന്തായിരുന്നു? ലില്ലി. ഓ, ചിണ്ടു പഠിക്കുന്ന അതേ ക്ലാസ്സാ. സെയിം ക്ലാസ് ആയിരുന്നോ? അമ്മ, ലില്ലി എ സെക്ഷൻ, ഞാൻ ബി സെക്ഷൻ.
അതെ 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 അതെ. ദാ ഇത് കഴിക്കേ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അല്ല ഇത് അയ്യോ, കഴിക്കുന്നേ. വേണ്ടായിരുന്നു. കഴിക്കുന്നേ. അതിനിപ്പോ എന്താ? തൻഫ്. ഹായ് ചിണ്ടു. ഹായ് ലില്ലി. ദാ ചിണ്ടു വെള്ളം കുടിക്ക്. താങ്ക്സ് ലില്ലി. നോക്കി കുടിക്ക്. കുടിക്ക്. അയ്യോ ഡാഡി സോറി ഡാഡി, വെള്ളം സിരസി കയറിയതാ. നാണം കെടുത്താനായിട്ട്. പരിമളത്തിന് മുമ്പ് വെച്ച് നാണം കെടുത്തി വിട്ടല്ലോ. അല്ല ചിണ്ടു, വെക്കേഷന് ഹോംവർക്ക് തന്നിരുന്നില്ലേ, അത് നീ ചെയ്തായിരുന്നോ? നീ എന്തിനതൊക്കെ ഇപ്പൊ പറയുന്നേ? അമ്മ കേട്ടാലുണ്ടല്ലോ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യാൻ പറയും. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയില്ല. ശരി, അതെ, ഭയങ്കര ബോറടിക്കുന്നു. എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? അങ്കിൾ, നമുക്ക് കള്ളനും പോലീസും കളിച്ചാലോ? ശരി, ഓക്കെ, നമുക്ക് അത് കളിക്കാം. ഓക്കെ, ആരാ ഇതില് പോലീസ്? ഞാനാ പോലീസ്. അപ്പൊ ആരാ കള്ളന്ന് കണ്ടുപിടിക്കേ. ശരി, ഈ കള്ളനെങ്ങനെ കണ്ടുപിടിക്കാ? ആരുടെ മുഖത്താണോ കള്ളലക്ഷണം ഉള്ളത് അവരാണ് കള്ളൻ. അവര് നോക്കിയിട്ട് കാര്യമില്ല. അവര് ജന്മനാ കള്ളലക്ഷണം ഉള്ളവരാ. എനിക്കെന്തോ ഇവരാണെന്ന് സംശയമുണ്ട്. നിങ്ങളല്ലേ? ഏയ്, ഞാനല്ല. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും കള്ളൻ? ഞാനാ കള്ളൻ. ഏയ്, നീയായിരുന്നോ കള്ളൻ? ഞാൻ രാജാവാ. നീയോ ലില്ലി? ഞാൻ റാണിയാടാ. ഓ ശരി, ഓക്കെ, ഞാനൊരു കഥ പറയാൻ പോവാ. നിങ്ങൾ കേക്കില്ലേ? 10 വർഷത്തിന് മുമ്പ് ഇതേ പാർക്കിൽ വെച്ച്. അയ്യോ ശരി അച്ഛാ, ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ചിണ്ടു, നീ ഇതെവിടെ പോവാ? പിന്നെ നിങ്ങളുടെ 10 വർഷത്തെ സ്റ്റോറി എൻ്റെ അടുത്ത് 10,000 വട്ടം പറഞ്ഞിട്ടുള്ളതാ. വാ ലില്ലി പോവാ. ഓക്കെ, വാ പോവാം. ശരി, അവര് പോട്ടെ. ഞാൻ പറഞ്ഞ കേക്ക്. പറ ചെണ്ടുണ്ട് അച്ഛാ. അന്ന് എനിക്ക് കവിത എഴുതുന്ന ശീലമുണ്ടായിരുന്നു. ദിവസവും ഞാൻ പാർക്കിൽ വെച്ച് കവിത എഴുതുമായിരുന്നു. ഒരു ദിവസം എനിക്ക് കവിത ഒന്ന് എഴുതാൻ കിട്ടാതെയായി. ആ ഒരു സമയത്ത് കവിത പോലും എഴുതി അങ്ങോട്ട് വന്നത്. അല്ല, ആരായിരുന്നു അവര്? വേറെ ആരാ, ഇവള് തന്നെ. ആ, ഓ, നിങ്ങളായിരുന്നു അവര്. അതുണ്ടല്ലോ ഇവര് പഴത്തൊലി പോലെ സംസാരിക്കുന്നേ. ആ പഴത്തൊലി ചവിട്ടിയില്ലേ ഞാൻ വീണത്. വാവ്, രസഗുള പോലെയുണ്ടല്ലോ. കൊള്ളാല്ലേ? നന്നായി ഇങ്ങോട്ട് വന്നത്. ഡാഡിയോടെ ചളി പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ചിണ്ടു എവിടെയുള്ളത്? വാ പോവാം. ചിണ്ടു, പറ ഗോപി. എന്നെ എന്തിനാ ഈ ടെറസിന്റെ മുകളിൽ കൊണ്ടുവന്നേ? ആ പൂർണിയ നമ്മളെപ്പോഴും ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നേ. അതുകൊണ്ടാ നിന്നെ ഞാൻ മോളിൽ കൊണ്ടുവന്നേ. ശരി, നമുക്കിനി ടെറസിന്റെ മുകളിൽ ഇരുന്നാ മതി. ഗോപി, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്ന പോലെയുണ്ട്. നീ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് തരുമോ? എടാ ചിണ്ടു, നീ എന്നോട് കഴിക്കാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നീ അപ്പൊ തന്നെ എന്നോട് ചോദിച്ചല്ലോടാ. വേറെ ആർക്കെങ്കിലും എന്നെ കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന എനിക്ക് അറിയോ? നീ ആണെങ്കിൽ എന്നെ കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നേ. ഓ ചിണ്ടു, ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ഇത്രയും നേരം പറഞ്ഞതൊക്കെ വേസ്റ്റ് ആയി. മനുഷ്യനായിട്ട് ജനിച്ചാൽ മതി എന്ന് തോന്നുക. എനിക്കതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ ചിണ്ടു, നിനക്ക് പുതിയത് ഫ്രണ്ടിനെ കിട്ടിയെന്ന് കേട്ടല്ലോ. അതെ ഗോപി. പിന്നെ ചിണ്ടു, നിന്റെ അച്ഛനെ പ്രാങ്ക് ചെയ്തിട്ട് കുറെ നാളായില്ലേ? നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പ്രാങ്ക് ചെയ്താലോ? ചെയ്യാലോ. ഒന്ന് എന്റർടൈൻ ചെയ്തിട്ട് കുറച്ചു നാളായി. എനിക്കൊക്കെയാ. അപ്പൊ ഇന്ന് രാത്രി വേറെ ലെവലിൽ ഫണ്ണായിരിക്കും. എന്ന്
എന്താ ഇത്? പാവ സംസാരിക്കുന്നോ? അയ്യോ! ആ, ഇതെന്താ തിരിയുന്നേ? കോഞ്ചറിങ്ങിലെ പാവനെ പോലെ അവിടെ ഇവിടെ കറങ്ങി നടക്കല്ലേ? അപ്പൊ എന്നെ ദിവസവും പേടിപ്പിച്ചോണ്ടിരുന്നത് ഈ പാവയായിരുന്നല്ലേ? എന്റെ ഊഹം ശരിയായിരുന്നു അപ്പൊ. ശരി ഗോപി, ഇനി നമുക്ക് താഴെ പോയിട്ട് കളിക്കാം. ചിണ്ടു എവിടെ പോയിട്ട് വരാ? അതെ അമ്മ, ഞാൻ ടെറസിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു. ആരെ കൂടെ കളിച്ചോണ്ടിരുന്നെന്ന് ചോദിക്കേ. ആരെ കൂടെ കളിച്ചിട്ടാ വരുന്നേ? ഈ പാവയുടെ കൂടെ. എന്താ ഇത്ര നേരം ചോദിക്കേ? അത് നിങ്ങൾ ചോദിക്കേ. പിന്നെ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നു പറഞ്ഞാ ഞാൻ എന്ത് ചോദിക്കാനാ? പിന്നെ അവനെന്ത് ചെയ്തിട്ടാ ഈ ചോദിക്കുന്നു പറയുന്നേ? ഇങ്ങനെയാണെങ്കിൽ ഇവളെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നേ? ചിണ്ടു റൂമിലേക്ക് പോ. എന്നാ ഞാൻ അവന്റെ കൂടെ റൂമിൽ പോയിട്ട് വരാം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഞാൻ അവനോടല്ലേ പറഞ്ഞ് കടയിൽ പോയിട്ട് 1 കിലോ തക്കാളി വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിട്ടോ. ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. താഴെ ഒരു കുരുത്തം കെട്ടോളില്ലേ, അവളെയും കൂട്ടിട്ട് പോ. ഞാൻ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് കടയിൽ പോയിട്ട് വരാം. ശരി, എന്നാ കടയിൽ പോയിട്ട് നോക്കാം. ഗോപി, പറ ചിണ്ടു. എനിക്ക് ലൈറ്റ് ആയിട്ട് വിശക്കുന്ന പോലെയുണ്ട്. തിന്നണം 24 മണിക്കൂർ നിനക്ക് തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പൂർണിയാണെന്ന് തോന്നുന്നു. സൂപ്പർ. ആരാ? പൂർണിയല്ലേ? എങ്ങോട്ട് വാ. ഹായ് ചിണ്ടു. എടാ ഗോപാലേ, വാ വാ വാ. നീ എന്ത് ചെയ്യ ചിണ്ടു? ഞാനോ ചുമ്മാ പാവയായിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ ചിണ്ടു കുട്ടികളെ പോലെ പാവയിട്ടൊക്കെ കളിക്കുന്നേ? റിമോട്ട് കാർ ഇതാരാ വാങ്ങി തന്നെ? ഇതോ എന്റെ അച്ഛൻ വാങ്ങി തന്നതാ റിമോട്ട് കാർ. നന്നായിട്ടില്ലേ? ഒന്ന് തരുവോടാ, ഞാൻ ഓടിച്ചു നോക്കിട്ട് തരാം. സോറി ചിണ്ടു, നിനക്ക് ഞാനിത് തരില്ല. കാരണം നിനക്ക് ഇത് ഓടിക്കാൻ അറിയില്ല. എവിടെയെങ്കിലും കൊണ്ട് പോയി തട്ടി അത് കേടായി കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ചീത്ത പറയില്ലേ? വേണ്ട വേണ്ട, നീ വെച്ചോ. നീ വേണമെങ്കിൽ പുതിയ കാർ വാങ്ങി ഓടിച്ചു പഠിച്ചു. എന്റെ കയ്യിലും റിമോട്ട് കാർ ഉണ്ട്. നിന്റെ കയ്യിൽ റിമോട്ട് കാർ ഉണ്ടോ? ഞാൻ എടുത്തിട്ട് വരാം. നീ ഒരു 10 മിനിറ്റ് പുറത്ത് നിന്നേ. ശരിയെങ്കിൽ വാ, നമുക്കൊരു റേസ് നോക്കാം. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് നീ കേട്ടല്ലോ അല്ലേ? റിമോട്ട് കാർ വേണമല്ലേ? ശരി, മന്ത്രം ചൊല്ലിക്കോ. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ஆரம்பிக்கலாங்களா? റെഡി ചിണ്ടു? റെഡിയാടാ, വാ നോക്കാം. Three, 2, 1. എന്നെ എന്തിനാണ് ഇടിക്കുന്നേ?
ചിരിക്കല്ലേടാ. അയ്യോ, റീച്ച് ലൈൻ ആവാൻ പോവാണല്ലോ. ജയിക്കണേ, ജയിക്ക്. യെസ്, ഗോപാലൻ, ഞാൻ ജയിച്ചത് കണ്ടോടാ. യെസ് 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 യെസ്. ചിണ്ടു, ഈ വീട്ടിലാരും കാണുന്നില്ലല്ലോ. എന്തോ ഒറ്റക്കിരിക്കുന്നേ. ആ ശരി, ഓക്കെ, സംസാരിച്ചു നോക്കാം. ഹായ് പാവേ. ഹായ് പാവേ. വല്ലതും കഴിച്ചായിരുന്നോ? വല്ലതും കഴിച്ചായിരുന്നോ? അല്ല, എന്ത് ഇവിടെ ഒറ്റക്കിരിക്കുന്നേ? അല്ല, എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? എന്താ ഇത്, സംസാരിക്കുന്നില്ലല്ലോ. മൊട്ടപ്പത്തിരി മട്ടൻ ചാറിയിൽ കുഴച്ച് തിന്നട ചങ്ങായി. ഹോളിവുഡിൽ കറങ്ങി ജാക്കി ജാനെ തുരത്തി മക്കസായി മക്കസായി റംബംബോ. ഇത് കറക്റ്റ് വരിയൊക്കെ പാടുന്നല്ലോ. എന്തെടുക്കാച്ചാ? എടാ ചിണ്ടു, നീ എവിടെയായിരുന്നടാ? ഞാൻ ബാത്റൂമിലായിരുന്നു. അച്ഛൻ എന്താ ചെയ്യാ? അല്ല, വെറുതെ പാവയായിട്ട് കളിക്കായിരുന്നേ. ശരി ചിണ്ടു, നീ പാവയ്ക്ക് ഫ്രീ ടൈമിൽ പാട്ട് ക്ലാസ് വല്ലതും എടുക്കുന്നുണ്ടോ? പാട്ട് ക്ലാസ്സോ? അച്ഛൻ എന്താ പ്രാന്താണോ? അതിന് ജീവനുണ്ടെങ്കിലല്ലേ പാട്ട് പഠിപ്പിക്കാൻ പറ്റൂ. അത് വെറും പാവയാണ് അച്ഛാ. ശരി, ഓക്കെ. ശരി, അച്ഛനൊന്ന് പോയേ, എനിക്ക് കളിക്കാൻ സമയമായി. കളിക്ക് കളിക്ക്, ഞാൻ പോയിട്ട് വരാം. ഗോപി, എനിക്ക് തോന്നുന്നു പൂർണ്ണി ഇന്ന് നിന്നെ തിരിച്ചു ചോദിക്കുമെന്ന്. കാരണം 2 ദിവസം നീ എന്റെ അടുത്തായിരുന്നില്ലേ? ഞാൻ തീർന്നു ചിണ്ടു. 2 ദിവസം സമാധാനത്തോടു കൂടി ഇരുന്നതാ. ചേട്ടാ, എന്തെടുക്കാ ചേട്ടാ? ഒന്നുമില്ല, ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുക. എന്താ? ഇത്ര നേരം പാവച്ച് കളിക്കായിരുന്നില്ലേ? ഇനി എന്റെ ഞാൻ കളിക്കട്ടെ. പാവയോ? അതൊന്നും തരാൻ പറ്റില്ല, പോ. ഇപ്പൊ നീ തരുന്നോ അതോ ഞാൻ അമ്മയോട് പറയാം? പറഞ്ഞോ, എനിക്കെന്താ? അമ്മേ, ഡി ഒച്ച വെക്കല്ലേ, എടി ഒച്ച വെക്കലേന്ന്. ചേട്ടൻ പാവയെ തരുന്നില്ല അമ്മേ. അയ്യോ, രാവിലെ തന്നെ തുടങ്ങിയല്ലോ 2 കൂടി. ചിണ്ടു, ഇത്രയും നേരം നീയല്ലേ അത് വെച്ച് കളിച്ചോണ്ടിരുന്നേ? ഇനി ഒരു ദിവസം അവളുടെ കൊടുക്ക്. ആ ശരി, കൊടുക്ക അമ്മ. ഇങ്ങട്ടാ ദാ പിടിക്ക്. ദാ നോക്ക്, നാളെ രാവിലെ ടേബിളിൽ ഉണ്ടാവണ ഈ പാവ. ഈ പൂർണിയെ പറ്റി നീ എന്താ വിചാരിച്ചേ? എന്താ അഹങ്കാരം ഇവൾക്ക്? എന്താ പറ്റി? 2 ദിവസം എന്റെ കൂടെ ഇല്ലാത്തോടെ നീ ക്ഷീണിച്ചു പോയല്ലോ. നിന്റെ അടുത്ത് വന്നില്ലേ, അപ്പൊ ഇനിയും ക്ഷീണിച്ചോളൂ. എന്റെ ചേട്ടൻ നിന്നെ ശരിക്കും നോക്കുന്നില്ലെന്ന് തോന്നുന്നു. ശരി, ഓക്കെ, നീ വിഷമിക്കണ്ട. ഞാനിനി നാട്ടിൽ പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാട്ടോ. എന്ത്, എന്നെ നാട്ടിൽ കൊണ്ടുവന്നു? പക്ഷെ എനിക്കൊരു ഡൗട്ട്. നിനക്ക് കണ്ണുണ്ട്, വായുണ്ട്, കയ്യുണ്ട്, പക്ഷെ കാലെവിടെ? ഓ, ഈ ചെടിച്ചട്ടിയില് കുഴിച്ചിട്ടിരിക്ക. അച്ചോ, നിക്ക, ഞാൻ നിന്റെ കാലെടുത്ത് തരട്ടെ. കാല് പുറത്തെടുക്കാൻ എന്ത് ചെയ്യും? അതിന് ചെടിച്ചട്ടി ഉടയ്ക്കണം. എന്താ ഇവള് മെന്റൽ പോലെ സംസാരിക്കുന്നേ? അതിനെന്ത് വേണം? കത്തി വേണം. അയ്യോ, കത്തി വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നേ? എടാ ചിണ്ടു, നിന്റെ പെങ്ങള് പണി തുടങ്ങിയടാ. ഇതാ കത്തി. ഈ ചെടിച്ചട്ടി ഉടച്ചിട്ട് നിന്റെ കാലെടുക്കട്ടെ. ചിണ്ടു, നീ എവിടെയാടാ? എടാ മണ്ടൻ ചിണ്ടു, നീ ബാത്റൂമിൽ എന്ത് ചെയ്തോണ്ടിരിക്കടാ? വന്ന് രക്ഷിക്കടാ.
ഒന്ന് പുറത്തേക്ക് വാടാ ചിണ്ടു. ഷവർ താനെ ഓണായല്ലോ. ഇതെങ്ങനെയാ? കണ്ണാടിയൊക്കെ ആടുന്ന്. അയ്യോ പേടിയാവുന്നു. സിഗരറ്റ് കൊടുത്താലും മനസ്സിലാവില്ല ഇവന്. എസ്കേപ്പ്. എന്താ ബാത്റൂമിലെ ഷവറൊക്കെ താനെ ഓണാവുന്നു, കണ്ണാടിയൊക്കെ ആടുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എങ്ങോട്ടാ പോകുന്നേ? ഇതിവിടെ വന്ന് നിന്നല്ലോ. എടി പ്രാന്തത്തി, നീ എന്ത് ചെയ്തോണ്ടിരിക്ക? ഒന്നുമില്ല ചേട്ടാ, ഈ പാവയ്ക്ക് കാലില്ലാത്തോണ്ടേ അപ്പഴാ ഞാൻ കണ്ടുപിടിച്ചേ ഈ ചെടിച്ചട്ടിനുള്ളിലെ അതിന്റെ കാലിരിക്കണേന്ന്. ഇത് പാവല്ലേ, അതുകൊണ്ടാ ചെടിച്ചട്ടിന്ന് എടുക്കാന്ന് വിചാരിച്ചേ. എന്ത് കാലുണ്ടാവുന്ന? അത് വെട്ടിക്കഴിഞ്ഞ മോട്ടർ അടി ഉണ്ടാവാ. ഞാൻ അമ്മയോട് പറയൂട്ടോ. ശരി, ഓക്കെ ഓക്കെ, അമ്മയോട് പറയല്ലേ, ഞാനൊന്നും ചെയ്യില്ല. അയ്യോ, കുറച്ചു നേരത്തേക്ക് കൊടുത്തപ്പോഴേക്കും അവള് കത്തിയൊക്കെ എടുത്തല്ലോ. എന്റെ ദൈവമേ, ഈ പാവയെ അവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം. ആഹാ, ആരും അറിയാത്ത രസഗുള ഒറ്റയ്ക്ക് തിന്നുന്ന സുഖമൊന്ന് വേറെ തന്നെയാ. എന്താണത്? അന്നത്തെ പോലെ ലൈറ്റൊക്കെ മാറിയല്ലോ. എന്തോ പറ്റി? എന്താ ഒച്ച വെക്കുന്നേ? എടി എടി, ഇവിടെ നമ്മുടെ ചെണ്ടുവിന്റെ പാവില്ലേ, അതിവിടെ ഉണ്ടായിരുന്നേ. അതിന് നല്ല വലിപ്പുണ്ടായിരുന്നേ. എന്താ ഈ പറയുന്നേ? അമ്മ, ഈ പാവ എന്റെ കൂടെ ഉണ്ടായിരുന്ന റൂമില്, പിന്നെ എങ്ങനെ ഇവിടെ വരുന്നേ? ആ പാവം നീ കളയുന്നുണ്ടോ? അതിൽ പ്രേതമുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛനെ ഈ പാവ എന്ന് പറഞ്ഞ പേടിയാ, അതുകൊണ്ടാ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കണ്ട് പേടിക്കുന്നേ. ഇപ്പൊ ആ പാവയുടെ നേളില് ഭയങ്കര ഭീകരമായിരുന്നു. ഭീകര സൈസാ? അമ്മ, ഇതാകെ ജീരകത്തിന്റെ സൈസേ ഉള്ളൂ, എന്നിട്ട് അച്ഛൻ പറയുന്നത് ഭീകര സൈസാന്ന്. അത് കേട്ട തന്നെ അറിയില്ല നുണയാണെന്ന്. അല്ലടി, ഞാൻ കണ്ടതാ, എന്റെ കണ്ണോണ്ട് കണ്ടതാ. എല്ലാം ഓക്കേ. ഈ യുദ്ധകാലത്തിലും രസഗുള കഴിക്കണോ അച്ഛാ? പൂർണി, രസഗുള നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ അച്ഛൻ. ഒളിച്ചിരുന്ന് രസഗുള തിന്നതും പറഞ്ഞിട്ട് ഇവിടെ പ്രേതം വന്ന് ഭൂതം വന്നെന്ന് ഒരു കഥ ഇറക്കുന്നു. എല്ലാരും വിശ്വസിക്കില്ല അല്ലേ? ഏതെങ്കിലും ഒരു ദിവസം ഈ പാവയ്ക്ക് പ്രേതബാധുണ്ടെന്ന് ഞാൻ തെളിയിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചിണ്ടുവിന്റെ അച്ഛനല്ല. ചിണ്ടു, വാടാ പോവാം. തെളിയിക്കുന്നു. ചിണ്ടു, എഴുന്നേക്ക് നോക്ക്, സ്കൂളിൽ പോകാനുള്ളല്ലേ? എന്താ അമ്മ? അമ്മ, സ്കൂൾ വെക്കേഷൻ അല്ലേ, എന്നെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? വെക്കേഷനോ? ഡാ, ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം. ഇന്ന് സ്കൂൾ തുറക്കുന്നോ? ഇന്ന് സ്കൂള് തുറക്കുമല്ലേ? അയ്യോ, ഞാനത് മറന്നുപോയല്ലോ. ഇപ്പോഴും വെക്കേഷൻ ആണെന്ന വിചാരം. ഇപ്പോഴല്ലേ സ്കൂള് പൂട്ടിയത്, അതിനുള്ളിൽ 2 ആഴ്ച കഴിഞ്ഞോ? ഗോപി ഗോപി, എനിക്ക് 3 ദിവസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ചിണ്ടു, ഞാനൊരു ഡമ്മി പീസാ ചിണ്ടു. എനിക്ക് അത്ര ശക്തിയൊന്നുമില്ല. നിനക്ക് വീട്ടിലിരിക്കുമ്പോ ബോറടിക്കില്ലേ? എനിക്ക് സ്കൂളിൽ പോയ ബോറടിക്കും ഗോപി. എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ? അതെ, ഇറങ്ങുവാണ്. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. ആ, ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ടോ? ആ, എടുത്തിട്ടുണ്ട്. ഓക്കെ ചിണ്ടു, എന്നാ നീ പോയിട്ട് വാ. ബൈ ചേട്ടാ. എടി, നിനക്കിന്ന് സ്കൂൾ തുറന്നില്ലേ? ചിണ്ടു, പൂർണ്ണി 3 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോവാ. അതെയോ? പൂർണി, നീ നാട്ടിലേക്ക് പോവാണോ? ചേട്ടന് ബോറടിക്കും നീ ഇല്ലെങ്കിൽ. മിസ് യു പൂർണി. വെറുതെ അഭിനയിക്കില്ലേ ചേട്ടാ? അമ്മേ അമ്മേ,
ഇപ്പൊ ചോദിക്ക്. എന്താ സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുന്നത്? എന്താണമ്മ? ചിണ്ടു, നിന്റെ ആ പാവയില്ലേ, ആ അമ്മ. അത് അവൾക്ക് കൊടുത്തേക്ക്. എന്താന്ന് വെച്ചാ അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ. അത് അവള് കൊണ്ടുപോട്ടെടാ. നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം. മതിയോ? അമ്മ പോ അമ്മ. നിങ്ങൾ വേണമെങ്കിൽ അവൾക്ക് വേറെ പാവ വാങ്ങിക്കൊടുക്ക്. നീ വേണമെങ്കിൽ പുതിയ പാവ വാങ്ങിക്കോ. എനിക്ക് ഈ പാവ തന്നെ വേണം. അയ്യോ, ഈ കുരുത്തം കെട്ട പിള്ളേർ അടി തുടങ്ങി. ആ, ഞാൻ തരില്ല, നീ പോ. ശരി, മതി മതി. ഇപ്പൊ നീ ക്ലാസ്സിൽ പോ, എന്നിട്ട് തീരുമാനിക്കത്. പോ. ചേട്ടാ നോക്കിക്കോ, ഞാൻ നാട്ടിൽ പോകുമ്പോ ഈ പാവെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ പേര് പൂർണിന്നല്ല. ഇനി വെറും 3 ദിവസം. എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് നിന്ന് ലൗഡ് ഗോപിയെ രക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ ഞാൻ വിജയിച്ചു. സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് വന്നിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ മൊത്തം 2 സെക്ഷനിലുള്ളത്. ഇപ്പോ എ സെക്ഷനിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാൻ പോവാ. നമുക്ക് ധാരാളം നോക്കിയാലോ? ഹേയ് ലില്ലി, ഇവിടെ നോക്ക് ലില്ലി. എടാ ഗോപി, ഗോപി, നമ്മുടെ ലില്ലി ഇല്ലേ, അവൾ എന്റെ സെക്ഷനിൽ വന്നടാ. അത് കൊള്ളാലോ ചിണ്ടു. എല്ലാവരും ലില്ലിയെ വെൽക്കം ചെയ്യേ. ലില്ലി എന്നാ അവിടെ പോയി ഇരുന്നോ. ചിണ്ടു സ്കൂളിൽ പോയോടി? ചിണ്ടു ഇപ്പൊ സ്കൂളിൽ പോയതേ ഉള്ളല്ലോ. ഓ നിങ്ങൾ ജോലിക്ക് പോയില്ലേ? ഇല്ല, ഇന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു ജോലിയുണ്ട്. ഫസ്റ്റ് ദിവസമായിട്ട് ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങളുടെ റഫ് നോട്ട് എടുത്ത് പടം വരയ്ക്കുകയോ എന്തെങ്കിലും എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് ഫുൾ ഡേ നിങ്ങൾക്ക് ഫ്രീ. ഓക്കെ, എൻജോയ്. ഹായ് ലില്ലി, സുഖായിരിക്കുന്നോ? ഹായ് ചിണ്ടു. സുഖായിരിക്കുന്നു. നീ എന്റെ സെക്ഷനിൽ വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാ. എനിക്കും അതെ. ഈ ക്ലാസ്സിൽ നീയെങ്കിലും ഉണ്ടല്ലോ. ഞാൻ ആരും ഉണ്ടാവില്ലെന്നാ വിചാരിച്ചത്. വിഷമിക്കണ്ട, ഇനി ഞാനില്ലേ. ഈ കാണുന്ന റൂമിലല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്നേ? ഇന്ന് നൈറ്റ് ഞാൻ പൊക്കിയിരിക്കും. CCTV ക്യാമറ ഓണായി. ചിണ്ടു, നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ? അച്ഛൻ നിനക്ക് വേണ്ടി വെയിറ്റിംഗ്. ആ ലില്ലി, എന്റെ അടുത്തൊരു പ്രത്യേക കഴിവുണ്ട്. കാണിക്കട്ടെ ഞാനത്. അതെന്ത് കഴിവാ ചിണ്ടു? ഈ റബ്ബർ ബാൻഡ് കണ്ടോ? ഇപ്പൊ നീ നോക്ക്. ഹേ സ്റ്റാർ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ ചിണ്ടു. നിക്ക്, ഇത് വെറും ട്രെയിലറാ. മെയിൻ പടം നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഹേ ഡബിൾ സ്റ്റാർ, ഇത് വേറെ ലെവലായിട്ടുണ്ട് ചിണ്ടു. താങ്ക്സ് ലില്ലി. യു ആർ ഗ്രേറ്റ്. എടാ കോഴി ചിണ്ടു. ഹായ് ലില്ലി, ഹായ്. എന്റെ പേര് ഗോപാൽ, ചിണ്ടുവിന്റെ ഫ്രണ്ടാ. വെക്കേഷന് ഞാൻ ഫാമിലിയായിട്ട് തിരുവനന്തപുരം സൂയി പോയി. അവിടെ വെച്ച് ഞാനൊരു മുതലയെ കണ്ടു. അപ്പോ ഉണ്ടല്ലോ, ഞാൻ ആ മുതലയുടെ വാലി പിടിച്ച് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവൻ എന്ത് തള്ള. ഒടിയന്റെ ഡയറക്ടർ ശ്രീകുമാർ മേനോൻ പോലും ഇങ്ങനെ തള്ളൂല. നീ മുതലയുടെ കൂടെ കളിച്ചെന്നോ? നീ പറഞ്ഞാ വിശ്വസിക്കില്ല, ഞാനും അതും വലിയ ഫ്രണ്ട്സായി. ലാസ്റ്റ് അത് എന്നെ ഒരുപാട് മിസ് ചെയ്തു. അപ്പൊ ഞാൻ അവന്റെ കൂടെ സെൽഫി എടുത്തു. യു ടു ഗ്രേറ്റ് ഗോപാൽ. ലില്ലി, ലില്ലി, അവനൊരു തള്ളുവണ്ടിയാ. തള്ളുവണ്ടിന്ന് പറഞ്ഞ? തള്ളുവണ്ടി എന്ന് പറഞ്ഞാ നിറയെ തള്ളു കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നല്ലാതെ മുതലയുടെ വാലൊടിച്ച് ആരെങ്കിലും കറക്കുവോ? അത് കേട്ട് വിശ്വസിക്കാൻ നീയും. അവനത് സീരിയസ് ആയിട്ടാ പറഞ്ഞത് ചിണ്ടു. അവൻ സീരിയസാ. അവൻ എത്ര വലിയ കോമഡി പീസാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ലില്ലി, ലില്ലി, ഇത് റബ്ബറിന്റെ പല്ലിയാ. ഇപ്പൊ നോക്കിക്കോ. അതെ ചിണ്ടു, നീ പറഞ്ഞതുപോലെ അവനൊരു തള്ളുവണ്ടിയാ. ഞാൻ പറഞ്ഞല്ലേ. ഗോപി,
ലില്ലിക്ക് പല്ലീന്ന് വെച്ച പേടിയാന്നേ. ആ അത് ശരിയാ ചിണ്ടു. അവര് വന്നു. ഗോപി, ഗോപി, പറ ചിണ്ടു. സംസാരിച്ചു. റെക്കോർഡ്. ഇവരെല്ലാവരും കൂടി നിന്നെ പൂർണിയുടെ കൂടെ നാട്ടിലേക്ക് വിടാനാ പ്ലാൻ. അതെ ചിണ്ടു, പൂർണ്ണി എന്നോട് ഒരു ദിവസം ഇത് പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ചിണ്ടു, ഓക്കേ? കഴിക്കാൻ വാ. ആ ദേ വരുന്നമ്മ. ശരി, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരെ. നീ ഇവിടെ ഇരിക്കേ. ഇവളെ കൊണ്ട് ഈ നേരത്തെ തന്നെ അവനെ വിളിക്കണമല്ലോ കഴിക്കാൻ. അമ്മോ, ഓ അമ്മേ. ഗോപി, ഞാൻ കഴിച്ചു. ചിണ്ടു, ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയോ? എവിടെ? നീ ലെഫ്റ്റിലോട്ട് നോക്ക്. ഇവിടെ എങ്ങനെ ക്യാമറ വന്നേ? കണ്ടുപിടിച്ചല്ലോ. അയ്യോ, അതാ എനിക്കും അറിയാത്ത ചിണ്ടു ആരാ വെച്ചതെന്ന്. ഗോപി, അപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിച്ചത് എല്ലാവരും അറിഞ്ഞോ? അത് വീട് ചിണ്ടു. ഫസ്റ്റ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നേ? ഫസ്റ്റ് ഈ ക്യാമറ ആരെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവാ. അതെനിക്ക് തോന്നുന്നത് എന്റെ അച്ഛനായിരിക്കുമെന്നാ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. ഇവൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ മാറ്റി വെക്കണം. സംസാരിച്ചിരിക്കാൻ സമയമില്ല ചിണ്ടു. ഫസ്റ്റ് ആ ക്യാമറ മറക്കണം. ശരി, ഓക്കെ. നീ എന്ത് ചെയ്യാ ചിണ്ടു? എടാ നീ എന്ത് ചെയ്യടാ? അയ്യോ, എടാ ദുഷ്ട, നീ ക്യാമറ തല്ലി പൊളിച്ചല്ലേ. എന്തായാലും ഫയല് മാത്രം സേവ് ചെയ്ത് വെക്കാം. ആ ഗോപി, ഞാൻ ക്യാമറ തല്ലി പൊടിച്ചിട്ടുണ്ട്. ശരി, അത് വിട് ചിണ്ടു. ഈ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നേ? അതെ, ആ, നിങ്ങൾ എന്താ കഴിക്കാൻ ആടി വരുന്നില്ലേ? വരുന്നതേ കഴിക്കാൻ വരികയാണ്. ചിണ്ടു, നിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഇതാണ് കറക്റ്റ് സമയം. ശരി, ഓക്കെ. അച്ഛൻ കഴിച്ചു കഴിയും മുമ്പ് കമ്പ്യൂട്ടറിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും എടുക്കണം. വേഗം ചിണ്ടു, ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യ്. ഗോപി, പാസ്വേഡ് ചോദിക്കുന്നു. നിനക്കത് അറിയില്ലേ? എനിക്കറിയില്ലെന്നേ. നിന്റെ അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയോ? അറിയാം. അത് വെച്ച് നോക്ക്. ഇത് തെറ്റാണെന്ന് കാണിക്കുന്നു ഗോപി. ഇനി 2 ചാൻസേ ഉള്ളൂ. അതിൽ കൂടുതൽ ട്രൈ ചെയ്ത ബ്ലോക്ക് ആവും. നിന്റെ ഡാഡിക്ക് നിന്നെയാണോ നിന്റെ അനിയത്തിയാണോ കൂടുതൽ ഇഷ്ടം? പൂർണിയെ ഇഷ്ടം. അവളുടെ പേര് വെച്ച് നോക്ക്. പൂർണിമ. തെറ്റെന്നാ കാണിക്കുന്ന ഗോപി. ഇനി ലാസ്റ്റ് ചാൻസാ. ഞാനൊരു പേര് പറയാം, അത് വെച്ച് നോക്കുവോ? പറയ്. പരിമളന്ന് ടൈപ്പ് ചെയ്യും. എന്തായി പറയുന്നേ? ഇതാണ് ലാസ്റ്റ് ചാൻസ്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ചാൻസ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ മിണ്ടായിരിക്കും, ഞാനൊന്ന് ആലോചിക്കട്ടെ. പറയുന്ന കേക്ക് ചിണ്ടു, ഇത് വെച്ച് നോക്ക്. ശരി, ഓക്കെ, നീ പറഞ്ഞോണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീട്ടിലെ പരിമളം ചേച്ചിന്നാണോ അതോ വെറും പരിമളം ചേച്ചിന്നോ? വെറും പരിമളന്ന് ടൈപ്പ് ചെയ്യും. പരിമളം. ദേ ഓപ്പൺ ആയല്ലോ. ഡാഡി. അത് വേഗം ഡിലീറ്റ് ചെയ്യ് ചിണ്ടു. വെയിറ്റ് ചെയ്യും, ഞാൻ ഡിലീറ്റ് ചെയ്യാം. വേഗം ചിണ്ടു, നിന്റെ ഡാഡി പോയി കഴിച്ചു കഴിഞ്ഞു. ഡിലീറ്റഡ്. ഇനി ഒരു ചെറിയ മാജിക് ഉണ്ട്. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലൗഡ് ഗോപി. ശരി, വാ, അച്ഛൻ വരുന്നതിന് മുമ്പ് പോവാം. എന്തായാലും ഒരു കാണിച്ചു കൊടുത്തേക്കാം. ചിണ്ടു, പൂർണി, ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ. ഒരു വെറൈറ്റി സംഭവമാണ്. വാ വാ വാ, എന്താണെന്ന്? എന്തു പറ്റി? ഇങ്ങ് വാടി. എന്താ അച്ഛ കാണിക്കാൻ പോകുന്നേ? ഡോറയുടെ പ്രയാണങ്ങളാ? ഇത് ചിണ്ടുവിന്റെ പ്രയാണം. കണ്ടു നോക്ക്. ഈ പാവ
പാവയില് പ്രേതബാധ എന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. ആഹാ. ഇപ്പൊ നോക്ക്. ഇതെന്താ ഞാൻ വന്ന് നിൽക്കുന്നേ? നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എടി ഞാൻ രാവിലെ മുതൽ ഇവിടെ ആയിരുന്നേ, നിനക്കറിയാലോ. എനിക്ക് ചിരി വരും അച്ഛനെ കണ്ടിട്ട്. ഇതെന്താ ഞാൻ ഭ്രാന്തനെ പോലെ കാണിക്കുന്നേ? അതെ, ആ പാവയ്ക്കല്ല പ്രേതബാധ ഉള്ളത്, നിങ്ങൾക്ക് പ്രേതബാധ. ഇല്ലടി, എനിക്ക് പ്രേതബാധ ഒന്നുമില്ല. ഇത് ഇങ്ങനെ പോയി ശരിയാവില്ല. നാളെ അമ്പലത്തിൽ പോയി ഒരു ചരട് കെട്ടണം. എടി സത്യമായിട്ട് എനിക്കൊരു കുഴപ്പമില്ലടി. അയ്യോ, എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. പാവം എന്താ എടി, ഇങ്ങനെയൊക്കെ എടി, സംസാരിക്കുന്നത്? പോയില്ലടി. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. സമാധാനായിട്ട് കിടന്നുറങ്ങണേ, ഒന്നും ആലോചിക്കണ്ട. ആ പാവങ്ങതാ എന്തിനാ അച്ഛാ? തരാൻ പറഞ്ഞില്ലേ? താ, വേണ്ട ഇങ്ങ് തരാൻ. അച്ഛാ. താ. നീ പോ. അച്ഛാ, അതിനൊന്നും ചെയ്യല്ല അച്ഛാ. ഓ നിന്നെ കൊണ്ട് കളഞ്ഞ എല്ലാ പ്രശ്നവും തീരും. ഇനി മുതൽ നീ എന്റെ വീട്ടിലിരുന്ന എന്റെ കുടുംബത്തിന് ആപത്ത്. എന്നോട് ക്ഷമിക്കണം. ധനപാലേ, സുഖായിരിക്കുന്നു ധനപാലേ? എന്റെ പേര് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം ധനപാലേ. എന്റെ ഭാര്യ പോലും എന്നെ പേര് വിളിക്കാറില്ല, പിന്നെ നീ എന്തിനാ പേര് വിളിക്കുന്നേ? ഇവിടെ വെച്ച് വേണ്ട, വീട്ടിൽ കൊണ്ടുപോ, അപ്പൊ ഞാൻ പറയാം. വീട്ടിൽ കൊണ്ടുപോയാ നീ പറയോ? തീർച്ചയായിട്ടും ധനപാലേ. ഇനി പറയൂ, നീ ആരാ? ഇത് ഞാനാ, നിന്റെ സ്കൂളിലെ ഫ്രണ്ട് സന്ധ്യ. സന്ധ്യ? നിന്റെ പേരെന്താ? എന്റെ പേര് ധനപാലന. ഞാൻ 11th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നിന്റെ പേരെന്താ? എന്റെ പേര് സന്ധ്യ. നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയാലോ സന്ധ്യ? അവനോ? ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവണം. ആ, എന്നും ഉണ്ടാവും. നീ എന്നും വൈകുന്നേരം എനിക്ക് പാനിപ്പൂരി വാങ്ങിത്തരോ? ആ, എന്നും വാങ്ങിത്തരാം. സന്ധ്യ, ദേ ലോറി. സന്ധ്യ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് ഞാൻ എന്റെ ആധാർ കാർഡ് കാണിക്കണം. നീ ഈ പാവയ്ക്കുള്ളിൽ എന്താ ചെയ്യുന്നേ? നിന്നെ കാണാൻ ഞാൻ വന്നത് ധനപാലേ. നിന്റെ കൂടെ എന്നും ഫ്രണ്ട് ആയിരിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. നീ സന്തോഷമായിട്ടിരിക്കുന്ന കാണാനാ ഞാൻ വന്നത്. പക്ഷെ നീ എന്നെ കുപ്പത്തോട്ടിൽ വലിച്ചെറിഞ്ഞില്ലേ? സോറി സന്ധ്യ. ഇനി നമുക്ക് രാവിലെ സംസാരിക്കാം ധനപാലേ. നീ പോയി ഉറങ്ങ്. ദൈവമേ, എന്റെ ഭർത്താവിനെ നീ തന്നെ രക്ഷിക്കണേ. കാട്ടുപോത്തിനെ പോലത്തെ മനുഷ്യനായിരുന്നു, പക്ഷെ ഇപ്പൊ വെറും പാവയെ കണ്ട് പേടിച്ചിരിക്കുക. അദ്ദേഹത്തിന് നിങ്ങൾ തന്നെ നേർവഴി കാണിക്കണേ. എന്റെ ചെല്ലക്കുട്ടി, എന്റെ അമ്മുക്കുട്ടി, എന്റെ ജുജുകുട്ടി. എന്താ ഇത് ഇങ്ങനെ കൊഞ്ചിക്കഴിയുന്നേ? എന്താ നിനക്ക് വേണ്ടത്? നീ വല്ലതും കഴിച്ചായിരുന്നോ? അതെ, നിങ്ങളിവിടെ എന്തെടുക്കാ മനുഷ്യ? വാടി. കഴിഞ്ഞ ദിവസമല്ലേ ഈ പാവയ്ക്ക് പ്രേതബാധ പറഞ്ഞെടുത്ത് കളയാൻ പറഞ്ഞത്? അതേടി. ഇപ്പൊ നിങ്ങൾ ആ പാവയെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണോ? ഞാൻ വരെ ഇതിന് പ്രേതബാധനെന്ന് വിശ്വസിച്ചടി, പക്ഷേ ഇതൊരു പാവം പാവയടി. അത് ശരി, നിങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് ചരട് കെട്ടിക്കാന്ന് വിചാരിച്ചതാ. ആ, ഇപ്പൊ നിങ്ങൾ താനെ ശരിയായില്ലേ? എന്താ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ചെറിയ തലവേനയുണ്ടെന്നേ. നാളെ പോയാ പോരെ? അച്ഛാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഭാഗ്യം, അച്ഛൻ ലൗഡ് ഗോപിനെ ഒന്നും ചെയ്തില്ല. ഞാൻ വിചാരിച്ച് ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന്. ശരി അച്ഛാ, എനിക്ക് ആ പാവയെത്താ, ഞാൻ കളിച്ചിട്ട് വരാം. ചിണ്ടു, ഇനി മുതൽ ഈ പാവ എന്റെ കയ്യിലായിരിക്കും. നിങ്ങൾക്ക് പ്രാന്താണോ അച്ഛാ? 36 വയസ്സായില്ലേ, ഇപ്പോഴാണോ പാവയിട്ട് കളിക്കുന്നേ? അല്ല ചിണ്ടു, ഈ പാവ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിന് പ്രേതബാധ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അച്ഛനത് കണ്ട പേടിയല്ലേ? അതിങ്ങ് തന്നേക്ക്. അല്ല ചിണ്ടു, ഇതൊരു പാവം പാവയാ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇടയ്ക്ക് ഞാൻ ഉമ്മ കൊടുക്കും. എന്താ ഇങ്ങനൊരു മാറ്റം? ശരി, നിനക്ക് സ്കൂളിൽ പോകുന്ന സമയമില്ലേ? പൊക്കോ. നമ്മളെപ്പോഴും ഡിസ്റ്റർബ് ചെയ്തോണ്ടേയിരിക്കും.
വാ സന്ധ്യ, നമുക്ക് റൊമാൻസ് ആയാലോ? ചിണ്ടുന്റെ അമ്മേ, ചിണ്ടുന്റെ അമ്മേ. അമ്മ, അടുത്ത വീട്ടിലെ പരിമളം ചേച്ചി വന്നിരിക്കുന്നു. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ചിണ്ടുന്റെ അച്ഛനെവിടെ? ചിണ്ടുന്റെ അച്ഛനോ? അല്ല, ഈ തേങ്ങ ഉടക്കനായിരുന്നു അതാ. പരിമളം. സന്ധ്യയോ പരിമളമോ? സന്ധ്യയോ പരിമളമോ? പരിമളം. അയ്യോ എന്റെ മുഖം എന്റെ മൂക്ക് പോയി അതിങ്ങതാ, ഞാൻ ഉടയ്ക്കാം. എന്താ അച്ഛാ ചെയ്യാൻ പോകുന്നേ? കല്ലിൽ വെച്ച് ഉടയ്ക്കാൻ പോവാ. കല്ല് വെച്ച് ഉടയ്ക്കാൻ പോകുന്നോ? അച്ഛാ, നിങ്ങളുടെ കഴിവ് വെച്ച് കൈകൊണ്ടാ ഉടയ്ക്കണ്ടേ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്നോട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോ കൈകൊണ്ട് ഉടച്ച കാര്യം? ഇപ്പൊ ചെയ്യാച്ചാ, പരിമളം ചേച്ചി നിൽക്കുന്ന കണ്ടില്ലേ? ഓ, അങ്ങനെ ഉടയ്ക്കാനാണല്ലേ പറഞ്ഞേ? വാവ്, തൈരൊക്കെ വെച്ച് ഉടക്കോ? എനിക്ക് വേണ്ടി ഒന്ന് ഉടച്ചു കാണിക്കോ പ്ലീസ്? ആ, ഉടയ്ക്കാം ഉടയ്ക്കാം. നിങ്ങ പറഞ്ഞെങ്ങനെ ചെയ്യാതിരിക്കുന്നേ? വാ, കാണിച്ചു തരാം. എന്താ ഇത്? ഒരു പോറല് പോലെ ഏറ്റില്ലല്ലോ. ഈ തേങ്ങ ഒരു മിനിറ്റ് ഒന്ന് പിടിക്കോ? ഞാനേ വരുന്നൊരു തിരക്കില് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഞാനത് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഓ ശരി ശരി, എന്നാ ഓഫ് ചെയ്തിട്ട് വാ. ഉള്ളിലുള്ള എല്ലാം കുടഞ്ഞെന്നാ തോന്നുന്നേ. നീ എന്നെ ഇട്ടിട്ട് പോയതല്ലേ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഏയ് ഡി, ഒന്ന് ചുമ്മാ ഇരിക്കടി. ഇവിടെ കൊണ്ട് ഞാൻ അതിങ്ങ് താ പരിമളം, ഞാൻ കല്ലിൽ വെച്ച് ഉടയ്ക്കാം. അതിനാവില്ലേ? എന്താ അച്ഛാ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അത് ഒന്നുമില്ല ചിണ്ടു, നമ്മുടെ റൂമിൽ കുറച്ച് പൊടിയില്ലേ, അതുകൊണ്ടാ. ഇവിടെ വെയിറ്റ് ചെയ്യട്ടോ. ഗോപി, ഇവിടെ എന്താ സംഭവിക്കുന്നേ? അച്ഛന് നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ. നീ എന്താ ചെയ്തേ? ഓ അതാണോ ചിണ്ടു? പക്ഷേ ഇത് നിന്റെ അച്ഛന്റെ ശരിക്കും കഥയാ. അത് വെച്ചാ ഞാൻ രക്ഷപ്പെട്ടത്. ശരി, ഓക്കെ. അച്ഛന്റെ സ്റ്റോറി നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ അച്ഛൻ ഒരുപാട് ഡയറി എഴുതി വെച്ചിട്ടുണ്ട് ചിണ്ടു. അതിലൊരു ഡയറി ഞാൻ ബോറടിച്ചപ്പിരുന്ന് വായിച്ചതാ. ആ കഥ ഞാനിവിടെ യൂസ് ആക്കി, അത്രേ ഉള്ളൂ. നീ വേറെ ലെവലാ ഗോപി. അച്ഛനെ വരെ നീ സെറ്റാക്കി. ഇനി ആകെ ഉള്ളത് ആ പൂർണിയ. പേടിക്കണ്ട, അവള് 2 ദിവസം കഴിഞ്ഞ നാട്ടിൽ പോവും. പിന്നെ നമുക്ക് സമാധാനായിട്ട് ഇരിക്കാലോ. അത് ശരിയാ ചിണ്ടു. ശരി ശരി, അച്ഛനിപ്പോ വരുമെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ. പൂർണി, എന്നെ വിട് പൂർണി. ഞാനിങ്ങനെ ജീവിച്ച് പൊക്കോളം പൂർണി. പൂർണി. എടാ ചിണ്ടു, എടാ നീ എവിടെയാണ്? ഇവളെന്റെ കൈ മുറിക്കുന്നതാ. അയ്യോ, എടാ ചിണ്ടു, എടാ നീ രക്ഷിക്കടാ. എടാ നീ എവിടെയാണ്? എന്റെ കൈ പോയല്ലോ. എന്റെ കൈ മുറിച്ചല്ലോടി. എടി മഹാഭാബി. അച്ചോ, നിന്റെ ലെഫ്റ്റ് ഹാൻഡ് പോയെന്ന് പറഞ്ഞ് നിനക്ക് വിഷമാണോ? സാരില്ല കേട്ടോ, നാളെ തന്നെ നിന്റെ റൈറ്റ് ഹാൻഡും പോയിരിക്കും. അതുപോലെ ഞാൻ നാട്ടിൽ പോകുന്ന ദിവസമില്ലേ, അന്ന് നിന്റെ തലയും പോയിരിക്കും. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ ആരാണെന്ന് നിന്നെ കാണിച്ചു തരാം. നീ എന്റെ കൈ അറുത്തതല്ലേ? ഈ അലമാര നീ ഒന്ന് തുറന്നു നോക്ക്. നീ ശരിക്കും പേടിക്കാൻ പോവാണ്. എവിടെ? ആളെ കാണുന്നില്ലല്ലോ. അവളൊന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചതാ. ഗോപി, നീ എവിടെയാ? വേഗം വാ. ഹായ് ഗോപി.
ഗോപി, നിന്റെ കൈ എവിടെ പോയി? ചിണ്ടു, നിന്റെ അനിയത്തി എന്റെ കൈ വെട്ടിക്കളഞ്ഞടാ. നീ ഇല്ലാത്ത സമയം നോക്കി. എന്റെ അടുത്ത് നീ മാജിക് കാണിക്കല്ലേ, സത്യം പറയേ. എടാ മരമണ്ടൻ ചിണ്ടു, ഞാൻ സത്യമാണോ പറയുന്നേ? ഗോപി, ശരിക്കും നിന്റെ കൈ പോയോടാ? അതെ ചിണ്ടു, എല്ലാം പോയി. എനിക്കൊരു സിഗ്നൽ തന്നൂടായിരുന്നോ? എടാ നീ സ്കൂളിലായിരുന്നടാ പൊട്ടാ. ലില്ലിയുടെ കൂടെ പഞ്ഞാൻ അടിച്ചോണ്ടിരിക്കായിരുന്നു. ഓ എടാ വന്നെന്റെ കൈ ഒന്ന് കെട്ടിവെക്കടാ. ശരി ശരി, ഞാനിപ്പോ കെട്ടിവെക്കാം, ഒരു മിനിറ്റ്. എടാ വേദനിപ്പിക്കല്ലേ. ഇപ്പൊ ഓക്കെ ആയോ? ഓക്കേ ചിണ്ടു. പൂർണി, ഞാൻ ഇല്ലാത്ത സമയത്ത് ലൗഡ് ഗോപിയുടെ കൈ എടുത്തല്ലേ. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പതുക്കെ പതുക്കെ. ചിണ്ടു, എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. Get up. നീ എഴുന്നേക്കുന്നുണ്ടോ? സന്തോഷ ജന്മദിനം ചിണ്ടുന്. ചിണ്ടുവിന് സന്തോഷ ജന്മദിനം ചിണ്ടുന്. ചിണ്ടുവിന് ചിണ്ടു, നീ കുറുമ്പനായി ജനിച്ചല്ലോ. കുറുമ്പനായി ജനിച്ചല്ലോ. ഈ പൊട്ടന നിന്റെ അച്ഛൻ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. താങ്ക് യു അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. താങ്ക് യു അമ്മ. ശരി, ഓക്കെ, സ്കൂളിൽ പോകാൻ നോക്ക്. അമ്മ, ഇന്ന് ഞാൻ സ്കൂളിൽ പോവാതെ ലീവ് എടുത്തോട്ടെ? ചിണ്ടു, രാവിലെ തന്നെ നീ കുറുമ്പ് കാണിക്കല്ലേ. ഇന്ന് കളർ ഡ്രസ് ഇട്ടോട്ടല്ലേ പോകുന്നേ, എന്തിനാ മടി കാണിക്കുന്നേ? പോയിട്ട് വന്നേ. ആ, ഹായ്, അത് ശരിയാണല്ലോ, ഇന്ന് കളർ ഡ്രസ് ഇട്ട് പോവാല്ലേ. അപ്പൊ സ്കൂളിൽ പോയി എനിക്ക് ഷോ ഇറക്കാം. ശരി അമ്മ, ഞാനിന്ന് സ്കൂളിൽ പൊക്കോളാം. ആ ശരി. ഉം. ചിണ്ടു, എന്തു പറ്റി പാവയുടെ കൈക്ക്? അച്ഛാ, അതാ പൂർണിയ അച്ഛാ. അവളെ ഇന്നലെ ലൗഡ് ഗോപിയുടെ കൈ വെട്ടിക്കളഞ്ഞു. ആ? അയ്യോ, സന്ധ്യ. എന്ത് സന്ധ്യയോ? വായിൽ വന്നല്ലോ. ഛെ, ഛെ, അല്ല നീ എന്തു പേരാ വിളിക്കുന്നേ? ഗോപി. ആ, ഗോപി. അയ്യോ, ഗോപി. നിനക്കൊന്നും പറ്റിയില്ലോ. അച്ഛാ, നിങ്ങൾ പോയി അവളോട് ചോദിക്ക്. ആ, ചോദിക്കാൻ പോവാ ഞാൻ. ദാ ഞാനും വരാം. പൂർണി, ഈ പാവയുടെ കൈ എന്തിനാ മുറിച്ചേ? ചുമ്മാ ഒരു രസത്തിന്. ചുമ്മാ ഒരു രസത്തിനോ? നോക്ക്, ഇനി ഇതിന്റെ മേല് കൈവച്ചാലുണ്ടല്ലോ നല്ല അടി കിട്ടും നിനക്ക്. ചിണ്ടു, അവൾ എന്തെങ്കിലും ചെയ്താൽ എന്നോട് പറയ്, മനസ്സിലായോ? ഉം. ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? വെറുതെ ഇരിക്കുന്നവളെ പിരിയേറ്റ് വിട്ടല്ലോ ഇപ്പൊ. ഇങ്ങനെയാണെങ്കിൽ എന്റെ തല പോകുന്ന തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഗോപി. എടാ ചിണ്ടു, പൂർണിയെ വെറുതെ ദേഷ്യം കയറ്റി വിട്ടല്ലോ. അവളെന്നെ കൊല്ലുവെന്നാ തോന്നുന്നേ. ഗോപി, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പൂർണ്ണി നിന്നൊന്നും ചെയ്യില്ല. അച്ഛൻ അവളെ ചീത്ത പറഞ്ഞല്ലേ. അച്ഛൻ എന്ന് പറഞ്ഞവർക്ക് പേടിയാ, അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട. ഞാൻ ഉടനെ ചോക്ലേറ്റ് കൊടുത്തിട്ട് വരാട്ടോ. ഇന്ന് സ്കൂളിൽ ഞാനാ ഹീറോ. എടാ, ഞാനിവിടെ സീറോ ആവാൻ പോവാടാ. അതൊന്നും നിനക്കൊരു വിഷയമേ അല്ലല്ലേ. വെരി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ക്ലാസ് തുടങ്ങിയല്ലോ. ചിന്തു, നീ എന്താ കളർ ഡ്രസ് വന്നിരിക്കുന്നേ? അതുണ്ടല്ലോ മിസ്, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അങ്ങനെയാണോ? സൂപ്പർ സൂപ്പർ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ചിന്തു. ഓക്കെ, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്ക്. ആ ഓക്കെ മിസ്. താങ്ക് യു മിസ്. ഡാ ഗോപാലേ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ദാ ചോക്ലേറ്റ് എടുത്തോ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. എടാ ചിണ്ടു, ഞാനൊരു ചോക്ലേറ്റും കൂടി എടുത്തോട്ടെ? ഒന്നീ കൂടുതലെടുത്താൽ നിനക്കെന്റെ കൊട്ട് കിട്ടും. ഓക്കെ. ലില്ലി, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. ദാ ചോക്ലേറ്റ്. ചിണ്ടു, ഞാൻ ഒരു ചോക്ലേറ്റ് കൂടെ എടുത്തോട്ടെ? നീ 10 എടുത്തോ ലില്ലി. ആ കൊടുത്തേ കഴിഞ്ഞില്ലേ? ഇനി ക്ലാസ് തുടങ്ങിയാലോ?
എന്താ ആരും എനിക്ക് ഗിഫ്റ്റ് തന്നില്ലല്ലോ. ചിണ്ടു, ആ പറ ഗോപാൽ, നിനക്കൊരു സർപ്രൈസ്. എന്ത് ഗിഫ്റ്റാ? ദാ താങ്ക്സ് ഗോപാൽ. റിങ്. ഗോപാൽ, ദാ നീ ചോക്ലേറ്റ് എടുത്തോ. 12. നീ എത്ര വേണമെങ്കിലും എടുത്തോ. താങ്ക്സ് ഗോപാൽ. റബ്ബർ. ആ ചോക്ലേറ്റ് താടങ്ങോട്ട്. ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ഡീസെന്റ് ആയിട്ട് എഴുന്നേറ്റ് നിന്നോ. ഗോപാൽ കൈ കാണിക്ക. ഹോംവർക്ക് ചെയ്ത് എന്തിനാ നീ ഇങ്ങോട്ട് വരുന്നത്? ചിണ്ടു, നീ കാണിച്ചേ. മിസ്, ഇന്ന് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ മിസ്. ഇന്ന് നീ രക്ഷപ്പെട്ടു. 4 ഇതും ചേർത്ത് ഞാൻ തരുന്നുണ്ട്. ഓക്കെ മിസ്. ഷേ, എല്ലാ ദിവസവും ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പരിമളം ചേച്ചി, ഏയ് ചിന്തോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ഓ പെരുന്നാളാണോ? വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ചിന്തു. ദാ ചോക്ലേറ്റ് എടുക്കുന്നേ. താങ്ക് യു. ആ ചേച്ചി, ഇന്ന് 7 മണിക്ക് എൻ്റെ വീട്ടിൽ കേക്ക് കട്ടിംഗ് ഉണ്ട്, വരണേ. അഭിനയോ? ശരി, ഞാൻ വരാം. ചിന്തോൻ മെന്ത് ബാ. വേണ്ട വേണ്ട വേണ്ട, എന്റെ അമ്മ വാങ്ങല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ലെന്ന് പിടിക്കി പിടിക്കാതെ പറഞ്ഞത് പിടിക്കടാ. ശരി, ഓക്കെ, ബൈ. ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അമ്മ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞു. ചോക്ലേറ്റ് എല്ലാം കൊടുത്തോ? അധികതാ. ദാ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരിക്കുന്നേ? ആരെടുത്തൊന്നും കാശ് വാങ്ങരുതെന്നല്ലേ? സോറി അമ്മ. അത് വിട്, എത്രയുണ്ടെന്ന് നോക്കട്ടെ. ശരി, ഓക്കെ, ബൈ. ഇതെന്താ ഞാൻ എടുക്കാന്ന് വെച്ച കാശ് ഇപ്പൊ അമ്മ എടുക്കാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു ഫോൾട്ട്. കുരുത്തക്കേടിൻ മന്നൻ, ഞങ്ങളുടെ ചിണ്ടു കണ്ണൻ. ചിണ്ടു, കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് അമ്മയ്ക്ക് കൊടുക്ക്. ഇവൻ എനിക്കാ കേക്ക് തരാൻ പോകുന്നേ, കാരണം ഇവൻ എന്റെ ചങ്ക് ഫ്രണ്ടാ. ഓ, ഈ ചെക്കൻ നന്നാവൂലല്ലേ? അച്ഛാ, നിങ്ങൾക്ക് പൂവ് വേണോ? ആ, പൂ 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 പൂ. നിങ്ങൾ എന്താ ഇങ്ങനെ? എടി, ഇത് കൊള്ളാടിയത്. ചെറിയ പിള്ളേരെ പോലെ ഓരോന്ന് കാണിക്കുക. എന്താ ഗോപി ഇവള് കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടേയിരിക്കുന്നേ? ഇവൾ എന്റെ കഴുത്ത് വിട്ടത് പോയില്ലെന്നാ തോന്നുന്നേ. എടാ ഗോപി, ദാ നിനക്ക്. എടാ, എന്താടാ നേരങ്ങട്ട് നേരത്തെ കാണിക്കുന്നേ? മിണ്ടായിരിയടാ. നിന്റെ കൈ വെട്ടിയതിന് നീ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കല്ലേ? എന്നെ നീ കരയിച്ചില്ലേ? ഇനി നീയാ കരയാൻ പോകുന്നേ. സ്വപ്നായിരുന്നോ? ഗോപി, നാളെ എങ്ങനെങ്കിലും അവളുടെ അടുത്ത് നിന്ന് അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റിയ ഞാൻ ഈ ജീവിതത്തിലെ വിജയിച്ചു. ചിണ്ടു, നീ ഉഷാറായിട്ടിരിക്കണേ. അയ്യോ, ചക്കരക്കുട്ടി. അറിയിക്കോട്ടോ. അച്ഛാ, പറയൂ പൂർണ്ണി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്ത് ഹെൽപ്പാ വേണ്ടേ? ചിണ്ടോന്റെ കയ്യിലുള്ള പാവയില്ലേ, അത് ഞാൻ നാട്ടിൽ കൊണ്ടുപോകട്ടെ? പൂർണ്ണി,
അത് ഭയങ്കര ബുദ്ധിമുട്ടാന്നേ. അതുണ്ടല്ലോ അച്ഛാ, ഈ പൂർണിയില്ലേ, അവളെ നാളെ നാട്ടിൽ പോകുമ്പോ ആ പാവക്കുട്ടിയുടെ തല കട്ട് ചെയ്തിട്ട് പോകുന്നാ പറയുന്നേ അച്ഛാ. അവൾ അങ്ങനെ പറഞ്ഞു. അമ്മേ, എനിക്ക് ആ പാവയെ ഒരുപാട് ഇഷ്ടാണമ്മേ. പക്ഷെ അവൻ തരില്ലല്ലോ. എനിക്കെന്തോ പേടിയാവുന്ന അച്ഛാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കോളാം, മനസ്സിലായില്ലേ? ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പ്ലീസ് അമ്മേ. ഉം. ശരി, ഓക്കെ, ശരി ശരി, ഞാൻ അവനത് അറിയാതെ എടുത്തുകൊണ്ട് തരാം. താങ്ക്സ് അമ്മേ. പൂർണിമ നാട്ടിലേക്ക് പോകുന്ന ദിവസം ഈ ഗോപിയെ ഞാനിപ്പോ എവിടെ വെക്ക? വീണ്ടും ഈ കബോർഡിൽ തന്നെ വെക്കാലോ അല്ലേ, അതാ സേഫ്. ഗോപി, എന്താ ചിണ്ടു ഇന്നലെ രാത്രി ഉറക്കത്തിൽ കിടന്ന് ഒച്ച വെച്ചേ? അതുണ്ടല്ലോ ഗോപി, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിലെ പൂർണി നിന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. ഡാ, ഞാൻ തന്നെ മരണഭയത്തിൽ ഇരിക്കാ. എന്തിനാടാ രാവിലെ വന്ന് എന്നെ പേടിപ്പിക്കുന്നേ? പേടിക്കണ്ട, അത് വെറും സ്വപ്ന. എടാ ചിണ്ടു, അവൾ എത്ര മണിക്ക് നാട്ടിൽ പോകുന്നേ? ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അവൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നേ. അതുവരെ നീ സേഫ് ആയിരിക്കണം. അപ്പൊ നിന്നെ കബോർഡിൽ വെക്കാൻ പോവാ, മനസ്സിലായില്ലേ? നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കും. ശരിയെന്നാ. എന്നെ കണ്ടുപിടിക്കുന്ന തോന്നുന്നു, എനിക്ക് പേടിയാവുന്നു. അങ്ങനൊന്നുമില്ലടാ, ഇവിടെ നിന്ന് ആരും പിടിക്കില്ല, നീ സേഫാ. ഓക്കേ ചിണ്ടു. ഗോപി, ലാസ്റ്റ് ആയിട്ട് എനിക്കൊരു ഐസ്ക്രീം തരുമോ? വിശക്കുന്നടാ. ലാസ്റ്റ് ആയിട്ടോ? നീ എന്താണ് അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? അങ്ങനെയല്ല, നീ ഇനി മുതൽ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ലല്ലോ. എടാ, ഞാൻ ഇനി ഉണ്ടാവില്ലെന്ന് നീ ഉറപ്പിച്ചോടാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഗോപി, ഇനി താ. വെറുതെ പേടിപ്പിക്കാ, നീ മന്ത്രം ചൊല്ല്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. താങ്ക് യു. അമ്മേ, പറയൂ. ഇന്ന് ചേട്ടന്റെ കയ്യിൽ നിന്ന് പാവ എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ഞാനും അത് ആലോചിച്ചതാ പൂർണി. ആ പാവ എടുത്തങ്ങനെ നിന്റെ കൈ തന്നാലുണ്ടല്ലോ, ആ ചിണ്ടു എന്നെ ഒരാഴ്ചയോളം കൊല്ലാക്കൊല ചെയ്യും. മര്യാദക്ക് സ്കൂളിൽ പോവില്ല, ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ ഒരുപാട് വാശി പിടിക്കും. എന്തിനാ വെറുതെ വിട്ടേക്ക്. ഞാനേ കോട്ടയിലെ ലീവിന് ഒരു പാവ എടുത്തിട്ട് വരാം, ഓക്കെ? ശരി, ഓക്കെ. അപ്പൊ എനിക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ചിണ്ടുവിന്റെ കയ്യിൽ നിന്ന് പാവ വാങ്ങിത്തരുമോ? ഞാൻ ലാസ്റ്റ് ആയിട്ട് പാവ വെച്ച് കളിച്ചോട്ടെ അമ്മേ. ശരി. ചിണ്ടു, അമ്മ, നീ ഇത് എവിടെയാടാ? ഞാൻ എവിടെയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ പാവ എടുത്തിട്ട് വാ. ഗോപിയെ കൊണ്ടുവരാനോ? ശരി, വരാ. വാ, വേഗം പോവാ. പറ അമ്മ. ചിണ്ടു, പൂർണിക്ക് പാവ 1 മണിക്കൂറിന് കൊടുക്ക്, അവളൊന്ന് കളിക്കട്ടെ. അമ്മ, ഒന്ന് പോ അമ്മ. അവള് നാട്ടിൽ പോവാ നിക്കല്ലേടാ, 1 മണിക്കൂറിന് കാര്യമല്ലേ, ഒന്ന് കൊടുക്കടാ. അമ്മ, അവളുടെ കൊടുത്തു കഴിഞ്ഞാൽ അവള് പാവയുടെ തല മുറിച്ചു കളയും. പൂർണി, ആ പാവ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നീ വിവരം അറിയും, മനസ്സിലായോ? എങ്ങനെ വാങ്ങിയോ അതുപോലെ തിരിച്ചു കൊടുത്തേക്കണം. തരാൻ പറയമ്മേ. ശരി, ഓക്കെ, നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ കൊടുക്കുക. ദാ പിടിക്ക്. 1 മണിക്കൂറിനുള്ളിൽ ഈ പാവ എനിക്ക് തിരിച്ചു തരണം. അമ്മ, സമയം കഴിഞ്ഞു, ഞാൻ തിരിച്ചു വാങ്ങാണ്. ഇങ്ങത്താ. എന്നാ പിടിക്ക്. ഗോപി, അവള് നിന്നൊന്നും ചെയ്തില്ലല്ലോ. ഗോപി, ഗോപി, ചാർജ് ഇല്ലേ? ശരി, ഓക്കെ, ചാർജ് ചെയ്തേക്കാം. എടാ ചിണ്ടു, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ആ പാവെങ്ങതാ? ദാ. സന്ധ്യ, പൂർണ്ണ എപ്പോഴാ നാട്ടിൽ പോകുന്നേ? അവള് 4 മണിക്ക് പോവൂ അച്ഛാ. ഓ, ഇനി വെറും 3 മണിക്കൂറേ ഉള്ളൂ. അച്ഛാ, നിങ്ങളത് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കേ. എവിടെ വെക്ക? മേലെ കബോർഡിൽ വെച്ചേക്കാം.
നല്ല സൂപ്പർ സെന്റിന്റെ മണം വരുന്നല്ലോ. സന്ധ്യ കുറച്ച് പൊടിയൊക്കെ ഉള്ളതാ. ഇനി 1 മണിക്കൂർ കൂടി ഉള്ളൂ, നീ ഒന്ന് സഹിക്കണേ. ഓക്കെ ചിണ്ടു, പക്ക. ഓക്കെ. അമ്മേ ബൈ അമ്മേ. ബായ് പൂർണി, മിസ്സിയുടെ ചക്കരെ. മിസ് യു. ബൈ പൂർണി, സൂക്ഷിച്ചു പോണേ. അച്ഛനെ ബുദ്ധിമുട്ടിക്കല്ലോ കേട്ടോ, പറഞ്ഞു കേട്ടല്ലോ. ഞാനും ചിണ്ടു അച്ഛനും കൂടി അങ്ങോട്ട് ക്വാർട്ടർലി ലീവിന് വരാട്ടോ. എന്തായാലും വരണേ അമ്മേ. അയ്യടാ, ഇപ്പഴാ മനസ്സിന് സമാധാനം കിട്ടിയേ. ബൈ. പൂർണി, നീ സാധനങ്ങളെല്ലാം എടുത്തില്ലേ? ഒന്നും മറന്നുപോയല്ലേ? അഭിനയിക്കില്ല ചേട്ടാ, എനിക്ക് നീ പാവേ തന്നില്ലല്ലോ. നീ ആരോട് കളിച്ചെന്നറിയാലോ? ആരോടാന്നാ? പൂർണിയോടാ. വായ മൂടിയിട്ട് പോടി. അവള് ക്ലൈമാക്സിൽ വന്നിരുന്ന ഡയലോഗ് പറയാ, തോറ്റിട്ട്. പൊക്കോ. അമ്മ മാമൻ എവിടെ അമ്മ? പുറത്ത് ഓട്ടോയില് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ ബൈ. 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 സ്കൂൾ വെക്കേഷൻ ഇങ്ങോട്ട് വന്നേക്കല്ലേ? പോയിക്കോ 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 പോയിക്കോ. അതിനെടുക്കച്ചാ, പാവം കൊറേ നേരം ഈ പൊടിയിലിരിക്കല്ലേ. സന്ധ്യ, 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 നീ എവിടെ പോയി? ചിണ്ടു, സന്ധ്യയെ കാണുന്നില്ല. ഗോപിയെ കാണുന്നില്ലെന്നോ? അച്ഛാ, എന്താ ഈ പറയുന്നേ? ഗോപി. അമ്മ, 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 പാവയുടെ അമ്മ. എടി, ആ പാവയുടെ പോയടി. ചിണ്ടു, സോറി ചിണ്ടു. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് ഈ പാവയെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ പാവ എടുത്തോട്ടെ അമ്മേ? നിന്നെ കണ്ടാലും പാവം തോന്നുന്നു. പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ. ഒരു ഐഡിയ. ഇവിടെ നിൽക്ക്. പൂർണി, എവിടെ പോവാമേ? എനിക്ക് തോന്നുന്നു പാവയെ തിരിച്ചു കൊടുത്ത ഉടനെ അവനിത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്ന. ഓ, അതിന് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇതൊരു സുഗന്ധദ്രവ്യ. ഈ സ്മെല്ല് നന്നായിട്ടുണ്ട്. ഇത് ആ പാവയുടെ കീഴെ ഒട്ടിക്ക്. ദാ. അമ്മ, സമയം കഴിഞ്ഞു, ഞാൻ തിരിച്ചു വാങ്ങാണ്. ഇങ്ങത്താ. എന്നാ പിടിക്ക്. എന്നിട്ട് ആ പാവ എവിടെ കൊണ്ടുവച്ചാലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് വരുന്ന സ്മെല്ല് വെച്ച്. ആ, ഇവിടുന്ന് ആ സ്മെല്ല് വരുന്നേ. അവസാനം ആ പാവ എടുത്തിട്ട് പൂർണിയുടെ ബാഗിൽ കൊണ്ടുവച്ചു. എനിക്ക് വേറെ വഴിയില്ല ചിണ്ടു. അവള് വാശി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്താ ചെയ്യാ? പോ അമ്മ. സന്ധ്യ, സന്ധ്യ, എനിക്ക് നിന്നെ ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല സന്ധ്യ. നീ എവിടേക്കാ പോയത് സന്ധ്യയോ? സന്ധ്യ? ആരാ സന്ധ്യ? സന്ധ്യല്ല, ഗോപി, 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 ഗോപി. അയ്യോ, ഗോപി പോയല്ലോ. ഗോപി, ഗോപി. ഗോപി. എന്നെ കണ്ടെന്തിനാ പേടിക്കുന്നേ? ഞാൻ നിന്റെ ഫ്രണ്ടാ. അല്ല, നിന്റെ പേരെന്താ? എനിക്ക് ഒരു ഐസ്ക്രീം തരുമോ? തരാലോ ചിണ്ടു. എന്റെ പേരൻസിന്റെ അടുത്ത് ഞാൻ എത്ര വട്ടം ഐസ്ക്രീം വാങ്ങി തരാൻ പറഞ്ഞിട്ടുള്ളതാ. മിസ് യു ഗോപി. മിസ് യു. ഓക്കേ, ആർഐപി പറയാതിരുന്നാ മതി. പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ അവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഗോപി. ഈ പൂർണിയെ പറ്റി നീ എന്താ വിചാരിച്ചേ? ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്ത് നിന്നെ പൊക്കിയെന്ന് കണ്ടില്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നറിയോ? എന്റെ അച്ഛച്ചന്റെ വീട്ടിലേക്കാ. നീ വിചാരിക്കുന്നത് പോലെ അതൊരു സിറ്റി ഒന്നും അല്ല, അതൊരു ഗ്രാമമാ.
അവിടെ ബൈക്കോ കാറോ അതൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ പാടവും ചെടിയും മരങ്ങളൊക്കെ കാണുള്ളൂ. ഞാൻ നിന്നെ നോക്കിക്കോളാം. ഇനി മുതൽ നമ്മൾ രണ്ടുപേരെയും ആർക്കും പിരിക്കാൻ പറ്റില്ല. ക്വാർട്ടേർലി ലീവിന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ചിണ്ടുവിനെ പറ്റി നീ എന്താ വിചാരിച്ചേ?